Good evening. Start നമുക്ക്. So നമ്മൾ last classൽ basic concepts residential status ആണ് ഡിസ്കസ് ചെയ്തത്. So നമ്മൾ ഇനി അങ്ങോട്ട് 5 heads of income ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So അതിൽ heads of income ഏതൊക്കെയായിരുന്നു? Heads of incomes. എത്ര heads ആണുള്ളത് നമുക്ക്? 5 heads are വരുന്നത്. So the first one on the salaries, then second one income from house property, then third one profit and gains of business or profession, PGBP, then capital gains, then ഇത് നാലിലും പെടാത്തതല്ല കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരു ഹെഡ് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സ് IFOS. ഓക്കെ, സോ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്ത് ഇൻകം ആണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ഇന്ത്യൻ ഇൻകം ആണോ അല്ലെങ്കിൽ ഫോറിൻ ഇൻകം ആണോ അതനുസരിച്ചാണ് ടാക്സ് ചെയ്യുന്നത്. ടാക്സ് ചെയ്യുന്ന ഇൻകത്തിൽ നമ്മൾ എന്താണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ഹെഡ് ആണ് എന്ത്? സാലറീസ്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻകം ഉണ്ടായി, അത് സാലറി ഇൻകം ആണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഒരു ഇൻകം ഉണ്ടായി, അത് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി, അതായത് ഹെഡ് സാലറിയിൽ വരും എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? എന്ത് കൊണ്ടാണ്? ഇപ്പം ഒന്നെങ്കിൽ ഒരു റെസിപ്റ്റ്, എനിക്കൊരു എമൗണ്ട് കിട്ടി, അത് എന്റെ സാലറിയിലാണ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഹെഡിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്? പറയാം, ആരെങ്കിലും എപ്പോഴാണ് ഒരു ഇൻകം കിട്ടുന്ന ഇൻകം സാലറി ഇൻകം എന്ന് പറയുന്നത്? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. The amount received by an individual കിട്ടുന്ന ഒരു amount shall be treated as salary only if the relationship between payer and payee. Okay, so payer and payee relation that of employer and employee അല്ലെങ്കിൽ മാസ്റ്റർ ആൻഡ് സെർവന്റ്. സോ ഒരാൾക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ എമൗണ്ട് റിസീവ് ചെയ്തു, അത് സാലറി എന്ന് പറയണമെങ്കിൽ, സോ മിസ്റ്റർ എക്സ് നമ്മൾ എടുക്കുന്ന ഇൻഡിവിജ്വൽ, ഇയാൾക്ക് ഒരു എമൗണ്ട് കിട്ടി. സോ ഇത് സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരണമെങ്കിൽ എന്തായിരിക്കണം? ഇയാളുടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു പേയ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ അല്ലെങ്കിൽ സെർവന്റ് റിലേഷൻഷിപ്പില്. സോ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു എമൗണ്ടിനെ നമുക്ക് എന്ത് പറയാം? എംപ്ലോയിക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് കിട്ടുവാണെങ്കിൽ അതിനെ എന്ത് പറയാം? സാലറി. സോ ദാറ്റ് മീൻസ് ഉണ്ടോ, നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് പറയുന്നത്. സോ എനിക്കൊരു എമൗണ്ട് കിട്ടി, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, അത് എന്റെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. സോ എന്താണ്? എന്താണ് എംപ്ലോയി റിലേഷൻഷിപ്പ്. സോ എന്താണ്? ഞാൻ അയാളുടെ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ എംപ്ലോയി ആണ്. സോറി, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ സെർവന്റ് അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ എന്താണ്? ആ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഒരു എമൗണ്ട് കിട്ടിയാൽ നമുക്ക് അതിനെ എന്ത് പറയാം? സാലറി. ഉണ്ടോ? സോ 5 ഹെഡിലും ഇതുണ്ട്. സോ ഞാനൊരു ഹൗസ് റെന്റിന് കൊടുത്തു, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും റെന്റ് കിട്ടിയാൽ എനിക്ക് സാലറിയിൽ പെടുത്താൻ പറ്റുമോ? So, income under the head salary വരണമെങ്കിൽ എന്തായിരിക്കണം? Any payment received by an individual comes under his salary if amount is received എന്ത് റിലേഷൻഷിപ്പിലായിരിക്കണം? എംപ്ലോയി റിലേഷൻഷിപ്പിലാണ് ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സാലറി ഇൻകം എന്ന് പറയാം. ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. ക്ലിയർ ആണോ? ഇവിടെ നോക്കാം. ഇപ്പൊ നമുക്ക് പറയാം, അല്ല 5 ഹെഡിൽ ഇപ്പം നിങ്ങൾ തന്നെ പറയാം, എനിക്കൊരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ റെന്റിന് കൊടുത്തു, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും റെന്റ് കിട്ടിയാൽ സാലറിയിൽ പെടുത്തുമോ? എംപ്ലോയർ റിലേഷൻഷിപ്പിലാണ് കിട്ടുന്നത്. സോ എന്റെ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ റെന്റിന് കൊടുത്തു, അതിൽ നിന്ന് റെന്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ഇൻകം കിട്ടിയാൽ ഏത് ഹെഡിൽ വരുന്നത്? ഏത് ഹെഡിൽ വരും? ഹൗസ് പ്രോപ്പർട്ടി അല്ലെ. ദെൻ എനിക്കൊരു ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ട്, അതിൽ നിന്ന് ഇൻകം കിട്ടിയാൽ എന്ത് വരും? PGBP വരും. എന്റെ കയ്യിൽ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അത് ഞാൻ സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്തി, അതിൽ നിന്ന് ഗെയിൻ ഉണ്ടായാലും എന്ത് വരും? ക്യാപിറ്റൽ ഗെയിൻസ്. ദെൻ
എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പിലല്ല. എനിക്കൊരു ഇൻകം കിട്ടി, അത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല, എന്റെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയതല്ല, എനിക്ക് ബിസിനസ്സോ പ്രൊഫഷനോ ഇല്ല, എനിക്ക് ക്യാപിറ്റൽ അസറ്റ് ഇല്ല, ബട്ട് എനിക്കൊരു ഇൻകം ഉണ്ടായാൽ അത് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന പേയ്മെന്റിനെ നമ്മൾ എന്ത് പറയും? സാലറി. ക്ലിയർ അല്ലേ? ഏജന്റിനെ നമ്മൾ എന്ത് പറയത്തില്ല? എംപ്ലോയി എന്ന എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പില്ല. ഏജന്റ് ആണെങ്കിൽ ഒരിക്കലും എന്താണ് എംപ്ലോയി? ഏജന്റ് ഈസ് നോട്ട് ആൻ എംപ്ലോയി. ഡയറക്ടർ ഓഫ് ദ കമ്പനി, ഡയറക്ടർ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് ആൻ എംപ്ലോയി, ബട്ട് മാനേജിംഗ് ഡയറക്ടറെ നമുക്ക് എന്ത് പറയും? കൺസിഡേർഡ് ആസ് എംപ്ലോയി. ദാറ്റ് മീൻസ് മാനേജിംഗ് ഡയറക്ടർ എന്താണ്? ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദ കമ്പനിയിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് മാനേജിംഗ് ഡയറക്ടർ സാലറി അവിടുന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ ഇതിൽ പെടുത്താം? എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പിലാണ്. ആ കിട്ടുന്ന എമൗണ്ട് will be taxed under salary. Professionals providing services are not employees. So അതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സാലറിയിൽ വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ, മിസ്റ്റർ എക്സ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ മിസ്റ്റർ എക്സിന്റെ അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ ഒരു എംപ്ലോയി ആണ് മിസ്റ്റർ വൈ. സോ എംപ്ലോയി ഒരു പർട്ടിക്കുലർ സർവീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ബട്ട് ദർ ഇസ് എൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഈ മിസ്റ്റർ എക്സ് എംപ്ലോയിക്ക് ഒരു പേയ്മെന്റ് കൊടുത്താൽ അത് എന്തിന്റെ അണ്ടറിൽ വരും? ഒരു പേയ്മെന്റ് കൊടുത്താൽ എന്തിന്റെ അണ്ടറിൽ വരും? ഏത് ഹെഡിൽ വരും? സോ ഇവിടെ മിസ്റ്റർ വൈക്ക് പേയ്മെന്റ് കിട്ടുന്നത് എന്ത് റിലേഷൻഷിപ്പിലാണ്? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലാണോ? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലാണോ ഈ പേയ്മെന്റ് കിട്ടുന്നത്? സോ മിസ്റ്റർ എക്സിന്റെ എംപ്ലോയി ആണ് മിസ്റ്റർ വൈ, ദെൻ ഒരു പേയ്മെന്റ് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ സോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ ഒരു പേയ്മെന്റ് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന പേയ്മെന്റ് സാലറിയിൽ വരുമോ ഇല്ലയോ? ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ആണോ ചാർജ് ചെയ്യുന്നത്? എന്തിൽ വരും? ഏത് ഹെഡിലായിരിക്കും വരിക? റിപ്ലൈ തരിക. ഏതിലായിരിക്കും വരിക? സാലറി വരുമോ ഇല്ലയോ ആ പേയ്മെന്റ്? ഏതിലായിരിക്കും വരിക? ആ പേയ്മെന്റ് സാലറിയിൽ വരുമോ ഇല്ലയോ? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലാണ്. മിസ്റ്റർ എക്സിന്റെ എംപ്ലോയി ആണ് മിസ്റ്റർ വൈ എങ്കിൽ ഒരു പേയ്മെന്റ് കിട്ടിയാൽ മിസ്റ്റർ വൈക്ക് മിസ്റ്റർ എക്സ് ഒരു പേയ്മെന്റ് കൊടുത്താൽ അത് സാലറിയിൽ വരുമോ? സോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലാണ് പേയ്മെന്റ് കിട്ടുന്നത്. therefore അത് എന്തിൽ വരും? സാലറിയിൽ വരും. ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. സോ മിസ്റ്റർ വൈ ഒരു കുറച്ച് ദിവസത്തേക്ക് ലീവിലായിരുന്നു. ദെൻ ആ മിസ്റ്റർ വൈ നോർമലി എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മിസ്റ്റർ ഇസഡ് വരുന്നു. ബട്ട് എന്താണ്? ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ട് മിസ്റ്റർ ഇസഡ് വന്നു. മിസ്റ്റർ വൈയുടെ അഭാവത്തിൽ മിസ്റ്റർ ഇസഡ് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു. അയാൾക്ക് പേയ്മെന്റ് കൊടുത്തു. മിസ്റ്റർ ഇസഡിന് ഈ കിട്ടുന്ന പേയ്മെന്റ് സാലറിയിൽ വരുമോ ഇല്ലയോ? ഇല്ല. ബിക്കോസ് എന്തില്ല? മിസ്റ്റർ എക്സും മിസ്റ്റർ ഇസഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഇല്ല? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്? മിസ്റ്റർ ഇസഡിന് കിട്ടുന്ന ഈ പേയ്മെന്റ് എന്തിൽ വരത്തില്ല? സാലറിയുടെ സ്കോപ്പിൽ വരത്തില്ല. ബിക്കോസ് ഇതെന്താണ്? ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അയാൾ എന്താവില്ല? ആ സർവീസ് പ്രൊവൈഡ് ചെയ്തു, അതായത് ഒരു എംപ്ലോയി പ്രൊവൈഡ് ചെയ്ത സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ എന്താവില്ല? എംപ്ലോയി ആകത്തില്ല. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ലാതെ കിട്ടുന്ന ഒരു പേയ്മെന്റും എന്തിൽ വരൂല? ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ വരില്ല. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ഹെഡായ സാലറിയിലേക്ക് ഒരു ഇൻകം അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇൻഡിവിജ്വലിന് ഒരു എമൗണ്ട് കിട്ടണം. ആ കിട്ടുന്ന എമൗണ്ട് എങ്ങനെ ആയിരിക്കണം? ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലായിരിക്കണം കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെഡ് സാലറീസ്. സോ ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന സെക്ഷൻസ്
sections. Okay. First one, section 15. So first namale inathu varuna section 15 aanu. Then section 17. Then inathu pinne discuss cheya section 16. Then section 10. Okay, section 10 ile kore subsections aanu inathu pinnide applicable aayittu varunathu. Ivide onnu shraddhikka. Section 15 ennu parayunnathu charging section aanu. Charging section of salary. Section 15 ennu parayunnathu charging section aanu. Then section 17. Section 17 നമുക്ക് മെയിൻ ആയിട്ട് section 17 subsection 1, section 17 subsection 2, section 17 subsection 3 ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് സാലറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 17 subsection 1 പറയുന്നത് സെക്ഷൻ 17 subsection 1 പറയുന്നത് ഡെഫിനിഷൻ ആണ് ഓഫ് സാലറി. 17 subsection 2 പറയുന്നത് പെർക്യൂസിറ്റ്സ്. Then 17 subsection 3 പറയുന്നത് profit in lieu of salary. Okay. So section 15 പറയുന്നത് എന്താണ്? ചാർജബിലിറ്റി. സോ സാലറി എപ്പോഴാണ് ചാർജ് ചെയ്യാൻ മീൻസ് എന്താണ്? ടാക്സിന്റെ പേരിൽ പ്രീവിയസ് ഇയറിൽ എപ്പോഴാണ് അത് ഇൻകം ആയിട്ട് ചാർജ് ചെയ്യുന്നത്. Then 17 പറയുന്ന 3 സബ്സെക്ഷൻസ് ആണുള്ള സെക്ഷൻ 17 subsection 1 അത് സാലറി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ആണ്. Then 17 subsection 2 എന്താണ്? പെർക്യൂസിറ്റ്സ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യും. 17 subsection 3 പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഇൻ lieu of salary. Then section 16 സാലറിയിൽ പറയുന്ന ഡിഡക്ഷൻ. സോ ചാപ്റ്റർ 6A ഡിഡക്ഷൻ അല്ല നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ 6A ഡിഡക്ഷൻ അല്ല. സോ സാലറിയിൽ നമ്മൾ 1-2 പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടഡ് സാലറി നമ്മൾ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച കേസിൽ 1-2 കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സാലറി കമ്പ്യൂട്ടഡ് ദാറ്റ് മീൻസ് എന്താണ്? സാലറി ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ. സോ ദാറ്റ് മീൻസ് സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഡിഡക്ഷൻ കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് നെറ്റ് സാലറി ആണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടഡ് സാലറി. സോ ഡിഡക്ഷൻ അണ്ടർ ദ ഹെഡ് സാലറി. സാലറിയുടെ അണ്ടറിൽ വരുന്ന ഡിഡക്ഷൻ ആണ് സെക്ഷൻ 16. സോ ഇതിന്റെ അണ്ടറിൽ മെയിൻലി 3 സബ്സെക്ഷൻസ് ക്ലോസ് ആണ് വരുന്നത്. സെക്ഷൻ 16 ക്ലോസ് 1A, section 16 clause 2, section 16 clause 3, section 16 clause 3. No, so section 15 പറയുന്നത് സാലറിയുടെ ചാർജബിലിറ്റി സെക്ഷൻ ആണ്. സെക്ഷൻ 17 നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. 17 subsection 1 സാലറിയിലെ ഡെഫിനിഷൻ. സോ സാലറി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ സെക്ഷൻ ആണ് സെക്ഷൻ 17 subsection 1. 17 subsection 2 എന്താണ്? പെർക്യൂസിറ്റ്സ്. Then 17 subsection 3 profit in lieu of salary. Then section 16 എന്താണ്? സാലറി എന്ന് പറയുന്ന ഹെഡിൽ മാത്രം വരുന്ന ഡിഡക്ഷൻ ആണ്. സോ അതിൽ 3 ഡിഡക്ഷൻസ് ഉണ്ട്. സോ ഈ സെക്ഷൻ മസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്ത് തന്നെ വേണം ഡിഡക്ഷൻസ് നമ്മൾ പറയാനായിട്ട്. 16 clause 1A, 16 clause 2 and 16 clause 3 3 ക്ലോസസ് ആണുള്ളത് അണ്ടർ ദ സെക്ഷൻ 16. Okay. Then section 10. So section 10 എല്ലാം പറയുന്നത് എക്സംഷൻ അല്ലെങ്കിൽ ഇൻകം വിച്ച് ഡു നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം. സോ ഒന്നുകിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആകാം, അല്ലെങ്കിൽ ഫുൾ എക്സംഷൻ കിട്ടത്തില്ല, പാർട്ട്ലി എക്സംപ്റ്റഡ്. സോ ഒന്നുകിൽ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ആകാം, അല്ലെങ്കിൽ പാർട്ട്ലി എക്സംപ്റ്റഡ് ഇൻകം ആകാം. നമ്മൾ അണ്ടർ ദ ഹെഡ് സാലറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സംപ്റ്റഡ് ഇൻകംസ്. സോ ഇതിനകത്ത് മേജർ ആയിട്ട് നമ്മൾ സാലറിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ഇതാണ്, എക്സംപ്റ്റഡ് ഇൻകം. സോ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ സാലറി. നമുക്ക് പ്രോബ്ലത്തിലും എല്ലാം ചോദിക്കുന്ന ഒരു ഏരിയ ഇതാണ് എക്സംപ്റ്റഡ് ഇൻകം. സോ ഇതിന്റെ അണ്ടറിൽ വരുന്ന ഇൻകംസ്, ഇതിന്റെ അണ്ടറിൽ വരുന്ന സെക്ഷൻസ്, സെക്ഷൻ 10 subsection 5 സാലറിയിൽ കവർ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 10 subsection 10 കവർ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 10 subsection 10A ഇത് ഓരോന്നും നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 10 subsection 10AA
then section 10 subsection B, section 10 subsection 10B, then section 10 subsection 10C, then section 10 subsection 10 subsection 11 ഉണ്ട്, 12 ഉണ്ട്, 13. Okay. So the provident fund ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 sections ആണ് section 10 subsection 11, 12 and 13. 13. Okay. Then section 10 subsection 13A most important section ആണ്, house rent allowance നെ കുറിച്ച് പറയുന്ന section ആണ്. Then section 10 subsection 14. Okay. So other exemptions പറയുന്നതാണ് section 10 subsection 14. Section 10 subsection 14. Okay. So ഇത്രയാണ് നമ്മൾ in depth ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറി ചാപ്റ്ററിൽ. ഫസ്റ്റ് നമ്മൾ so under the head salary നമ്മൾ in depth ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസ് ആണ് mainly section 15, then section 16, 17 ആണ്. Then under section 10 ആണ് നമുക്ക് സാലറി പാർട്ട്ലി എക്സംഷൻ വരുന്ന കുറേ സബ്സെക്ഷൻസ് ആണ് സാലറിയിൽ മേജർ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? സെക്ഷൻ 15 എന്തായിരുന്നു? ചാർജബിലിറ്റി സെക്ഷൻ ഓഫ് സാലറി, ചാർജിങ് സെക്ഷൻ ഓഫ് സാലറി. ഓക്കെ, എപ്പോഴാണ് സാലറി ടാക്സബിൾ ആകുന്നത് അല്ലെങ്കിൽ സാലറി ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? സെക്ഷൻ 15 ആണ് പറയുന്നത് ചാർജിങ് സെക്ഷൻ. സോ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് സാലറി കിട്ടുമ്പോഴാണോ അല്ലെങ്കിൽ സാലറി ഡ്യൂ ആകുമ്പോഴാണോ സാലറി ടാക്സബിൾ സാലറി അല്ലെങ്കിൽ ഇൻകം ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? സാലറി കിട്ടുമ്പോഴാണോ സാലറി ഡ്യൂ ആകുമ്പോഴാണോ? എപ്പോഴായിരിക്കും സാലറി ചാർജ് ചെയ്യുന്നത്, ടാക്സബിൾ സാലറി ആയിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇൻകം ആയിട്ട് ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? സാലറി ഡ്യൂ ആകുമ്പോഴാണോ സാലറി റിസീവ് ചെയ്യുമ്പോഴാണ്? ഡ്യൂ ആകുമ്പോൾ എന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? അല്ലെങ്കിൽ റിസീവ് ചെയ്യുമ്പോഴാണ് എന്നൊരു ആൻസർ ഉണ്ടോ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഡ്യൂ ആകുമ്പോഴെന്ന് പറഞ്ഞു. ഞാൻ ഒരു സെനാരിയോ ഇവിടെ നോക്കാം. സെക്ഷൻ സോ റിസീവ്ഡ് എന്ന് പറഞ്ഞു. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സെക്ഷൻ 15 ലാണ് പറയുന്നത് സാലറി എപ്പോഴാണ് ടാക്സബിൾ അല്ലെങ്കിൽ ചാർജബിൾ, ചാർജബിൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു കമ്പനി ഉണ്ട്, മിസ്റ്റർ എക്സ് ഒരു എംപ്ലോയി ആണ്, കമ്പനിയുടെ എംപ്ലോയി ആണ്. സോ മിസ്റ്റർ എക്സിന് കിട്ടുന്ന പേയ്മെന്റ് എല്ലാം എന്തിന്റെ അണ്ടറിൽ വരും? സാലറിയുടെ അണ്ടറിൽ വരും. ഇവിടെ നമുക്ക് ഒരു മാസത്തെ സാലറി, അതായത് ജാനുവരിയിൽ ഞാൻ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഫസ്റ്റ് മാർച്ചിൽ ഞാൻ വർക്ക് ചെയ്താൽ ഏപ്രിൽ 5 അല്ലെങ്കിൽ ജാനുവരി വർക്ക് ചെയ്താൽ ഫെബ്രുവരി 5 സാലറി നോർമലി ജാനുവരി മാസത്തെ കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്റെ പ്രീവിയസ് ഇയറിൽ ഓരോ മാസം എനിക്ക് സാലറി കിട്ടും. സോ പ്രീവിയസ് നമുക്ക് എപ്പോഴും എന്താണ് പ്രീവിയസ് ഇയർ എത്രയാണ് വരുന്നത്? പ്രീവിയസ് ഇയർ എന്ന് മുതൽ എന്ന് വരെയാണ് വരുന്നത് നമ്മുടെ പ്രീവിയസ്. സോ പ്രീവിയസ് ഇയറിലെ ഡയറക്ട് ടാക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ആണ് ഇന്ന് ടാക്സ് ചെയ്യുന്നത്, അസസ്മെന്റ് ഇയറിൽ ചാർജ് ചെയ്യുന്നത് അല്ലെ. സോ പ്രീവിയസ് ഇയർ എന്ന് അവസാനിക്കും? 31st March 2023 അല്ലെ. സോ പ്രീവിയസ് ഇയർ 22-23. സോ ദാറ്റ് മീൻസ് ഈ പ്രീവിയസ്, അതായത് മാർച്ച് മാസത്തെ, സോ 1st March തൊട്ട് 31st March വരെയുള്ള സാലറി എന്നാണ് കിട്ടുന്നത്? ഏപ്രിൽ 5 കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമ്മുടെ 31-ാം തീയതി വരെ ഞാൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? എന്റെ സാലറി ഡ്യൂ ആയി. ആസ് ഓൺ 31st March ഡ്യൂ ആയി. ബട്ട് ആക്ച്വലി എനിക്ക് റിസീവ് ചെയ്യുന്ന എപ്പോഴാണ്? റിസീവ്ഡ് 5th ആണ്. സോ ഈ കേസിൽ എപ്പോഴായിരിക്കും സാലറി ചാർജ് ചെയ്യുന്നത്? ഈ കേസിൽ എപ്പോഴാണ് സാലറി ചാർജ് ചെയ്യുന്നത്?
ഡ്യൂ ബേസിസിലായിരിക്കോ റിസീവ്ഡ് ബേസിലായിരിക്കും. സോ റിസീവ്ഡ് ബേസിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയും അടുത്ത അസസ്മെന്റ് ഇയറിലേക്ക് പോയി. സോ ഈ കേസിൽ സാലറി എങ്ങനെ എപ്പോഴായിരിക്കും ചാർജ് ചെയ്യുക? ചാർജബിൾ ടു ടാക്സ് ഓൺ ഡ്യൂ ബേസിസ്. സാലറി ചാർജബിൾ ടു ടാക്സ് ഓൺ ഡ്യൂ ബേസിസ്. ഓക്കെ. ദെൻ ഇവിടെ വേറെ ആൾ പറയുന്നുണ്ടായിരുന്നു റിസീവ്ഡ് ബേസിസിലാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം ഏപ്രിൽ മാസത്തെ സാലറി എന്താണ് ഫെബ്രുവരി ലാസ്റ്റ് ഫെബ്രുവരി മാസത്തെ സാലറി ഫെബ്രുവരിയുടെയും ഏപ്രിലെയും സാലറി ഫെബ്രുവരി ലാസ്റ്റ് ഡേ റിസീവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും ചാർജ് ചെയ്യുന്നത്? സോ ആക്ച്വലി എന്നേ ഇത് ഡ്യൂ ആകത്തുള്ളൂ? മാർച്ച്, ഏപ്രിൽ അല്ല, മാർച്ചിലെയും കൂടെ സാലറി ഫെബ്രുവരി ലാസ്റ്റ് ഡേയിൽ കിട്ടുക എന്ന് വിചാരിക്കുക. സോ ദാറ്റ് മീൻസ് എന്താണ്? മാർച്ചിലെ സാലറി അഡ്വാൻസ് ആയിട്ട് കിട്ടിയാൽ, സോ 31 മാർച്ച് വരെയാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് ഡ്യൂ ആകുന്നത്. ബട്ട് എനിക്ക് എന്ത് കിട്ടിയും? അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്താൽ ഈ കേസിൽ എനിക്ക് സാലറി കിട്ടുമ്പോൾ ഞാൻ ചാർജ് ചെയ്യോ അല്ലെങ്കിൽ ഡ്യൂ ബേസിസ് ആകാൻ വേണ്ടി 31 മാർച്ച് വരെ വെയിറ്റ് ചെയ്യൂ? അല്ലെ, കിട്ടുമ്പോൾ. ദാറ്റ് മീൻസ് എന്താണ്? റിസീവ്ഡ്. സോ സാലറി റിസീവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഒന്നുകിൽ ഡ്യൂ ആകുമ്പോൾ അല്ലെങ്കിൽ റിസീവ് ആകുമ്പോൾ ഇതിൽ ഏതാണോ ആദ്യം സംഭവിച്ചത് അന്ന്. സോ ദാറ്റ് മീൻസ് സെക്ഷൻ 15 2 പോയിന്റ്സ് ആണ് പറയുന്നത്. ചാർജബിലിറ്റി സെക്ഷൻ ഓഫ് സാലറി. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു, ഏതൊരു പേയ്മെന്റും സാലറിയുടെ അണ്ടറിൽ വരണമെങ്കിൽ എന്തുണ്ടാകണം? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാകാം. എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാകണം. സോ ദാറ്റ് മീൻസ് ഇൻകം ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. there is employer റിലേഷൻഷിപ്പ്. then സെക്കൻഡ് വൺ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ രണ്ടാം ആൻസർ ആദ്യം പറഞ്ഞിരുന്നു, ഡ്യൂ ആകുമ്പോൾ എന്ന് പറഞ്ഞു, റിസീവ്ഡ് ആകുമ്പോൾ. രണ്ടുമല്ല, എന്താണ്? ഒന്നുകിൽ ഡ്യൂ ആകുമ്പോൾ അല്ലെങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ. ഇതിൽ ഏതാണോ ആദ്യം സംഭവിച്ചത്? സോ സാലറി is taxed on the basis of due or received, whichever is earlier. So ഏതാണോ ആദ്യം സംഭവിച്ചത്? സാലറി ഡ്യൂ ഓർ റിസീവ്ഡ്, whichever is earlier. അതിന്റെ ബേസിസിലായിരിക്കും എന്ത് വരുന്നത്? സെക്ഷൻ 15 പ്രകാരം ചാർജബിലിറ്റി ഓഫ് സാലറി. ക്ലിയർ ആണോ? സോ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. അല്ലാത്തതൊന്നും എന്തല്ല, സാലറിയുടെ പെർവ്യൂവിൽ വരില്ല, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ വരത്തില്ല. അതുകൂടാതെ എന്നാണ് ഇത് ചാർജബിൾ? ഒന്നുകിൽ ഡ്യൂ ആകുന്നത് അല്ലെങ്കിൽ റിസീവ് ആവുന്നത്. ഇതിൽ ഏതാണോ ആദ്യം സംഭവിച്ചത്? ഡ്യൂ ഓർ റിസീവ്, whichever is earlier. ഡ്യൂ ഓർ റിസീവ്, whichever is earlier. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. സോ നമ്മൾ സെക്ഷൻ 15 സാലറിയുടെ ചാർജിങ് സെക്ഷൻ നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ഫൈനലൈസ് ചെയ്യാം? സാലറി is chargeable on due or received, whichever is earlier. സോ ഇതിൽ ഏതാണോ സംഭവിക്കുന്നത് ആ ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സാലറി ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സബിൾ ആകുന്നത്. ക്ലിയർ? സോ സാലറിയുടെ ഡെഫിനിഷനിലോട്ട് സെക്ഷൻ 17ലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സറണ്ടർ ഓഫ് സാലറി, ഒന്ന് ഫോർഗോയിങ് ഓഫ് സാലറി. സറണ്ടർ ഓഫ് സാലറി ആൻഡ് ഫോർഗോയിങ് ഓഫ് സാലറി. ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. സറണ്ടർ ഓഫ് സാലറി. സറണ്ടർ ഓഫ് സാലറി. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. surrender. Any salary surrendered by the employee to the central government under the voluntary surrender of salary will not be included while computing taxable salary. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. മിസ്റ്റർ എക്സ് ഒരു സാലറീഡ് എംപ്ലോയി ആണ്. മിസ്റ്റർ എക്സ് ഒരു സാലറീഡ് എംപ്ലോയി ആണ്. സോ അയാൾക്ക് സാലറി കിട്ടുന്നത് ₹10,000
പെർ മന്ത് ആണ്. അയാളുടെ സാലറി ₹10,000 പെർ മന്ത് ആണ്. അയാൾ ഒരു പറയാണ്. സോ അയാള് എന്ത് യൂസ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് വോളണ്ടറി സറണ്ടർ സാലറി സ്കീം യൂസ് ചെയ്ത് എന്താണ് 3 months സാലറി സറണ്ടർ ചെയ്തു. 3 months സാലറി surrendered to central government under voluntary surrender of salary. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ടാക്സബിൾ സാലറി before deduction. Taxable salary before deduction. ഡിഡക്ഷന് മുമ്പുള്ള ടാക്സബിൾ സാലറി എത്രയായിരിക്കണം? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സാലറി സറണ്ടർ ആണെങ്കിൽ ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് വോളണ്ടറി സറണ്ടർ സ്കീം യൂസ് ചെയ്ത് സാലറി സറണ്ടർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? will not be included while computing taxable salary. So ഇയാൾക്ക് 10,000 പെർ മന്ത് ആണ്. ആക്ച്വലി ഇയാൾക്ക് എത്ര വരണമായിരുന്നു സാലറി? 1,20,000 വരണമായിരുന്നു. പക്ഷേ അതില് 3 മാസത്തെ സാലറി എന്ത് ചെയ്തിരിക്കുവാണ്? സറണ്ടർ ചെയ്തിരിക്കുവാണ് അല്ലെ? സോ സറണ്ടേഡ് സാലറി എത്രയാണ്? 3 months. That means എത്രയാണ്? 30,000. സോ അത് കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എത്രയാണ്? 9 മാസത്തെ 90,000 മാത്രമായിരിക്കും അയാളുടെ ടാക്സബിൾ സാലറി ബിഫോർ ഡിഡക്ഷൻ. ക്ലിയർ ആണോ? സോ ദാറ്റ് മീൻസ് സാലറി സറണ്ടർ ആണെങ്കിൽ എന്താണ്? വോളണ്ടറി സറണ്ടർ സ്കീം യൂസ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിന് സാലറി സറണ്ടർ ചെയ്തിരിക്കുകയാണെങ്കിൽ എന്ത് വരത്തില്ല? ആ സറണ്ടർ സാലറി എന്താണ്? ആക്ച്വലി എംപ്ലോയിക്ക് കിട്ടിയതായിട്ട് എടുക്കില്ല. അയാൾക്ക് എന്തായിരിക്കും? അത് ടാക്സബിൾ സാലറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ക്ലിയർ ആണോ? അല്ലേ? അടുത്താണ് ശ്രദ്ധിക്കേണ്ടത് ഫോർഗോയിങ് ഓഫ് സാലറി. Once the salary is earned by an employee, it becomes taxable even if the employee subsequently waives the right to receive it. The waiver of such salary shall be treated as application of income. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെയാണ് നമുക്ക് എന്താ രണ്ടും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ഫോർഗോയിങ് ഓഫ് സാലറി, സറണ്ടർ സാലറി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? എന്തിനകത്ത് വരില്ല? ടാക്സബിൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി ഫോർഗോയിങ് ഓഫ് സാലറി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. മിസ്റ്റർ എക്സ് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയി ആണ്. ദെൻ അയാൾക്ക് മന്ത്ലി സാലറി ₹10,000 പെർ മന്ത്. സോ ഇത് മിസ്റ്റർ എ ആണ് അയാളുടെ എംപ്ലോയർ. സോ മിസ്റ്റർ എക്സ് മിസ്റ്റർ എയോട് പറയാണ്, എംപ്ലോയറോട് പറയാണ്, സോ ലാസ്റ്റ് 3 months സാലറി, സോ 3 months സാലറി എന്റെ അക്കൗണ്ടിലേക്ക് ഇടണ്ട. അതിന് പകരം എന്താണ്? ഒരു ചാരിറ്റബിൾ അസോസിയേഷൻ ഉണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. ആക്ച്വലി എനിക്ക് തരണ്ട. എന്താണ്? 3 മാസത്തെ സാലറി എന്തിന് കൊടുത്താൽ മതി? ഒരു ചാരിറ്റബിൾ അസോസിയേഷൻ ഉണ്ട്. സോ അവിടെ എന്റെ ഇതായിട്ട് കൊടുക്കുക, ഡൊണേഷൻ ആയിട്ട് കൊടുക്കുക. സോ എന്റെ അക്കൗണ്ടിലേക്ക് തരണ്ട. എന്താണ് പകരം? എന്ത് കൊടുത്താൽ മതി? ഈ പറയുന്ന ചാരിറ്റബിൾ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഇടേണ്ട 3 മാസം. സോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ സോ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. സോ അതിന്റെ ബേസിസിൽ എന്താണ്? എംപ്ലോയർ ഈ പറയുന്ന പോലെ എംപ്ലോയർ റിക്വസ്റ്റ് അനുസരിച്ച് എന്താണ് 3 മാസത്തെ സാലറി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ടാക്സബിൾ സാലറി എത്രയായിരിക്കും? 1,20,000 ആണോ അല്ലെങ്കിൽ 90,000 ആണോ? 1,20,000 ആയിരിക്കോ അല്ലെങ്കിൽ 90,000 ആയിരിക്കോ? 1,20,000. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കാം. ഇത് ഫസ്റ്റ് നേരത്തെ കേസിൽ എന്താണ്? ഈ സെൻട്രൽ ഗവൺമെന്റ് വോളണ്ടറി സറണ്ടർ സ്കീം യൂസ് ചെയ്ത് ഞാൻ സാലറി സറണ്ടർ ചെയ്തു, എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ആക്ച്വലി നോക്കാം,
ഇവിടെ മിസ്റ്റർ എ എംപ്ലോയർ, മിസ്റ്റർ എക്സ് എംപ്ലോയി. ഇവിടെ എന്താണ് ആക്ച്വലി സോ ലാസ്റ്റ് 3 ദിവസം ഞാൻ അവിടെ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് സാലറി ഡ്യൂ ആകുമ്പോൾ, അതായത് മിസ്റ്റർ എക്സ് എംപ്ലോയിക്ക് സാലറി ഡ്യൂ ആകുമ്പോൾ എന്ത് ചെയ്യും? സാലറി ഡ്യൂ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഡ്യൂ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എംപ്ലോയിക്ക് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു? എംപ്ലോയി നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആക്ച്വലി ഇത് എന്താണ്? എംപ്ലോയിക്ക് പേ ചെയ്തിട്ട് ഡ്യൂ ആകുമ്പോൾ എംപ്ലോയിക്ക് പേയ്മെന്റ് കിട്ടിയിട്ട് എംപ്ലോയി ഈ കിട്ടിയ പേയ്മെന്റ് എന്താണ്? എംപ്ലോയിയുടെ എന്തോ ഒരു പർപ്പസിന് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. സോ ദാറ്റ് മീൻസ് എന്താണ്? ആക്ച്വലി എംപ്ലോയിക്ക് സാലറി കിട്ടി. ദെൻ ആ കിട്ടിയ സാലറിയുടെ ആപ്ലിക്കേഷൻ ആയിട്ടേ കൂട്ടുള്ളൂ. എന്തായിട്ട് കൂട്ടത്തില്ല? എനിക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ കൊടുത്തു എന്ന രീതിയിലേ കണക്കാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്തായിട്ട് തന്നെ വരും? ഇത് ടാക്സബിൾ സാലറിയുടെ അണ്ടറിൽ വരും. ആപ്ലിക്കേഷൻ ഓഫ് സാലറി വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ്, അല്ലെങ്കിൽ ഫോർഗോയിങ് ഓഫ് സാലറി വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എന്തായിട്ട് കൂട്ടില്ല? സറണ്ടർ ഓഫ് സാലറി ആയിട്ട് കൂട്ടില്ല. സറണ്ടർ ഓഫ് സാലറി അണ്ടർ വോളണ്ടറി സ്കീം ടു സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ എന്താണ്? വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി. ബട്ട് ഫോർഗോയിങ് ഓഫ് സാലറി വിൽ ബി ട്രീറ്റഡ് ആസ് ആപ്ലിക്കേഷൻ. സോ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് മീൻസ് സാലറി കിട്ടിയതിന് ശേഷം ഇന്ന പർപ്പസിന് അപ്ലൈ ചെയ്ത പോലെ കൂട്ടിയുള്ളൂ. എന്തായിരിക്കും? അത് ടാക്സബിൾ ആയിരിക്കും. സോ ഇവിടെ എന്താണ്? 3 മാസം കിട്ടിയില്ല എങ്കിലും എന്താണ്? അയാൾക്ക് 1,20,000 സോ ടാക്സബിൾ സാലറി വരും. ദെൻ ചാരിറ്റബിൾ അസോസിയേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് എന്താണ്? ചാപ്റ്റർ 6 വന്നിട്ട് അത് രജിസ്ട്രേഷൻ 12A രജിസ്ട്രേഷൻ അക്കൗണ്ട് ആണെങ്കിൽ ഡിഡക്ഷനിൽ ഒക്കെ കാണിക്കാം. അല്ലാതെ എന്തിൽ കുറയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറയ്ക്കാം. സാലറിയിൽ കൂട്ടാൻ പറഞ്ഞെങ്കിൽ എന്താ? എന്തിൽ മാത്രമേ അത് പറ്റുള്ളൂ? അത് സറണ്ടർ ഓഫ് സാലറി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ടാക്സബിൾ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം. സോ നമ്മള് സെക്ഷൻ 15 എന്തായിരുന്നു? സെക്ഷൻ 15 എന്തായിരുന്നു? സോ സെക്ഷൻ 15 പറയുന്നത് 2 കാര്യങ്ങൾ. സോ സാലറി ഹെഡിൽ പറയണമെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് പേയ്മെന്റ് ആണ്? ചുമ്മാ എന്ത് പേയ്മെന്റും സാലറി ഹെഡിൽ വരുമോ? എന്തായിരിക്കണം? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലുള്ള ഒരു പേയ്മെന്റ് ആയിരിക്കണം. ദെൻ അതുകൂടാതെ ചാർജബിലിറ്റി എപ്പോഴാണ് അട്രാക്ട് ചെയ്യുന്നത്? ഡ്യൂ ബേസിസിലാണോ റിസീവ്ഡ് ബേസിസിലാണോ, അല്ലെങ്കിൽ ഡ്യൂ ഓർ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. സോ സെക്ഷൻ 15 പറയുന്ന ഈ 2 കാര്യങ്ങളാണ്. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലുള്ള പേയ്മെന്റ് മാത്രമേ എന്തിൽ വരുള്ളൂ? സാലറിയിൽ വരുള്ളൂ. ഡ്യൂ അല്ലെങ്കിൽ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ വിൽ ബി ആയിരിക്കും എന്ത് ചെയ്യുന്ന? ടാക്സബിൾ ആകുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന പോയിന്റ്. ദെൻ സറണ്ടർ ഓഫ് സാലറി സെൻട്രൽ ഗവൺമെന്റിലേക്ക് വോളണ്ടറി സറണ്ടർ സ്കീം യൂസ് ചെയ്ത് സാലറി സറണ്ടർ ചെയ്യുവാണെങ്കിൽ എന്താണ്? അങ്ങനെ സറണ്ടർ ചെയ്യുന്ന സാലറി എന്താണ്? ആക്ച്വലി എംപ്ലോയിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ കണക്കാക്കിയിട്ട് ദാറ്റ് എമൗണ്ട് വിൽ നോട്ട്, അല്ലെങ്കിൽ ആ പീരീഡിലെ സാലറി എന്തായിരിക്കും? വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ സാലറി. ദെൻ ഫോർഗോയിങ് ഓഫ് സാലറി വിൽ ബി ട്രീറ്റഡ് ആസ് ആപ്ലിക്കേഷൻ ഓഫ് സാലറി. ആക്ച്വലി എന്താണ്? സാലറി ഡ്യൂ ആയി, റിസീവ് ചെയ്തു, അതിനുശേഷം എന്താണ്? അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ വേറെ ഒരാൾക്ക് കൊടുത്തു എന്ന രീതിയിൽ ആപ്ലിക്കേഷൻ ഓഫ് സാലറി ആയിട്ട് കൂട്ടുള്ളൂ. സോ ഫോർഗോയിങ് ഓഫ് സാലറി വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് will not be deducted, അല്ലെങ്കിൽ ഫോർഗോ ചെയ്താലും എന്താണ്? will be included as taxable salary. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ സെക്ഷൻ 17. അതിനകത്ത് നമുക്ക് 3 സെക്ഷൻസ് ആണ് മേജർലി ഉള്ളത്. അതിനകത്ത് ഏറ്റവും നമുക്ക് ഫസ്റ്റ് ഒന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 17 സബ്സെക്ഷൻ 1. സെക്ഷൻ 17 സബ്സെക്ഷൻ 1 അതായത് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇതൊരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. സാലറി ഇൻക്ലൂഡ്സ്, ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. സാലറി ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ എന്താണ്? വേജസ്. സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? വേജസ്. ദെൻ ആന്യൂറ്റി അല്ലെങ്കിൽ പെൻഷൻ. ആന്യൂറ്റി ഓർ പെൻഷൻ. ദെൻ എന്താണ്? എനി ഗ്രാറ്റുവിറ്റി. സോ വേജ് കിട്ടിയാൽ അത് സാലറിയുടെ സ്കോപ്പിൽ വരും. പെൻഷൻ കിട്ടിയാൽ അത് സാലറി ആയിട്ട് വരും. ഗ്രാറ്റുവിറ്റി കിട്ടിയാൽ അത് സാലറി ആയിട്ട് വരും. ദെൻ എനി ഫീ, കമ്മീഷൻ, പെർക്വിസിറ്റ് ഓർ പ്രോഫിറ്റ് ഇൻ lieu of salary or wages. fee, commission, perquisite or profit in lieu of salary. So employer employee relationship വരുന്ന ഇതെല്ലാം. Then next one നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഡ്വാൻസ് സാലറി. സോ അതുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 15 ഡ്യൂ ഓർ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ. സോ ദാറ്റ് മീൻസ് എന്താ? ഡ്യൂ ആകുന്നതിന് മുമ്പ് സാലറി കിട്ടുന്നതിനല്ലേ നമ്മൾ എന്ത് പറയുന്നത്? അഡ്വാൻസ് സാലറി എന്ന് പറയുന്നത്. അഡ്വാൻസ് സാലറി വിൽ ബി ട്രീറ്റഡ് ആസ് സാലറി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. അഡ്വാൻസ് സാലറി
അഡ്വാൻസ് സാലറി ഇതെന്തായിട്ട് കൂട്ടും? സെക്ഷൻ 17 സബ്സെക്ഷൻ 1 എന്താണ്? സാലറിയിലെ ഇൻക്ലൂഡഡ് ആണ്. ദെൻ അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി, അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. ഇവിടെ അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി മീൻസ് എന്താണ്? ഞാൻ ഒരു കമ്പനിയിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യാണ്. സോ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ ഒരു പേഴ്സണൽ പർപ്പസിനായിട്ട് ഒരു 5 lakh rupees അല്ലെങ്കിൽ 10 lakh rupees വന്നു. സോ എംപ്ലോയറോട് ചോദിച്ചപ്പോൾ എന്താണ്? എംപ്ലോയർ ഈസ് റെഡി ബിക്കോസ് ഞാൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ എന്നെ കുറിച്ച് എംപ്ലോയർക്ക് നന്നായിട്ട് അറിയാം. സോ 10 lakh rupees എംപ്ലോയർ എനിക്ക് തന്നു. ഒരു കണ്ടീഷൻ ഉണ്ട്. സോ എനിക്ക് 25,000 ആയിരുന്നു സാലറി. എംപ്ലോയറുള്ള കണ്ടീഷൻ എന്താണ്? എല്ലാ മാസവും 5,000 rupees ഡിഡക്ട് ചെയ്തിട്ട് 20,000 എനിക്ക് തരും എന്നുള്ള ഒരു കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത്? എംപ്ലോയർ എനിക്ക് ഇത്ര ലക്ഷം രൂപ തന്നിരിക്കുന്നത്. സോ ഉണ്ടോ ഇവിടെ ഇത് ആക്ച്വലി എന്താണ്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. സോ ഈ 10 lakh എന്ന് പറയുന്ന സാലറി ആണോ? ഇതൊരു ലോൺ എടുത്താണ്. എന്തിന്റെ ബേസിസിലാണ്? എനിക്ക് എംപ്ലോയർ തരാൻ പോകുന്ന സാലറിയുടെ ബേസിസിൽ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം എന്നുള്ള ഒരു മ്യൂച്വൽ എഗ്രിമെന്റിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എന്ത് തന്നിരിക്കുന്നത്? 10 lakh rupees. ഇത് അഡ്വാൻസ് സാലറി ആണോ? സോ ഇത് അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് പക്ക ലോൺ. എന്താണ്? എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിയുടെ ആ ഒരു സാലറിയുടെ ബേസിസിൽ ഒരു ലോൺ എടുത്തു, സാലറിയിൽ നിന്ന് തിരിച്ചടയ്ക്കുന്ന രീതിയിലാണ് വരുന്നത്. അതൊരിക്കലും എന്താണ്? അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി എന്തായിട്ട് കൂട്ടൂല? സാലറി ആയിട്ട് കൂട്ടില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആയോ പോയിന്റ്? So 17 subsection 1 includes employers. So very important. Employers contribution to RPF. So employer contribution to recognized provident fund in excess of 12% of salary. എവിടെയെങ്കിലും നമ്മൾ കണ്ടിരുന്നോ? ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡിസ്കസ് ചെയ്യപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ആക്ച്വലി എന്താണ്? RPF-ലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. സോ എംപ്ലോയറുടെ കയ്യിൽ കിട്ടില്ല. ബട്ട് എംപ്ലോയർ ഇത്ര ശതമാനത്തിന് മുകളിൽ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതെന്തായിട്ട് കൂട്ടും? എംപ്ലോയിയുടെ സാലറി ആയിട്ട് കൂട്ടും. ആക്ച്വലി എംപ്ലോയിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ബട്ട് ഇറ്റ് വിൽ ബി ഡീംഡ് ടു ബി റിസീവ്ഡ് in India, അല്ലെങ്കിൽ deemed to be received in the hands of the employee. So employer RPF-ലേക്ക് 12% എംപ്ലോയിയുടെ സാലറിയുടെ 12% മുകളിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ it will be treated as salary as per section 17 subsection 1. Then next one. So ഇതും അവിടെ ഡിസ്കസ് ചെയ്യാണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് എന്താണ് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയും മുകളിലാണ്? in excess of 9.5% per annum. 9.5% മുകളിലാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ ആ ഇൻട്രസ്റ്റ് എന്തായിട്ട് കൂട്ടും? 17 subsection 1 പ്രകാരം സാലറി ആക്ച്വലി റിസീവ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ എംപ്ലോയി. അങ്ങനെ ഉണ്ടാകും ടാക്സബിൾ സാലറി ആകും, പെടും അണ്ടർ സെക്ഷൻ 17 subsection 1. ക്ലിയർ ആണോ? Then transfer balance from transferred balance from URPF. So unrecognized provident fund il ninnu recognized provident fund ile being employer contribution and interest on employer contribution. So employer de contribution um adinte interest um unrecognized provident fund il ninnu recognized provident fund like transfer ചെയ്താൽ അതും എന്തായിട്ട് കൂട്ടും? 17 subsection 1 പ്രകാരം salary ആയിട്ട്. Then any payment received in respect of any period of leave, that means leave salary അല്ലെങ്കിൽ leave encashment, അതും എന്താണ് under section 17 subsection 1 പ്രകാരം salary ആയിട്ട് കൂട്ടും. The last one, contribution made by central government or any other employer in the previous year to the amount of employee under a pension scheme referred in section 80 CCD. So നമ്മൾ chapter 6A deduction ഡിസ്കസ് ചെയ്യുമ്പോഴാണ് 80 CCD ഒക്കെ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക, സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയറോ പ്രീവിയസ് ഇയറിൽ എംപ്ലോയർ ഇൻ ദ പ്രീവിയസ് ഇയർ ടു ദ എമൗണ്ട് ഓഫ് എംപ്ലോയി അണ്ടർ എ employer in the previous year employee under a pension scheme referred in section 80 CCD.
the account of employee under a pension scheme referred in section 80 CCD. Okay. So ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത് 17 subsection. അതായത് നമുക്ക് നോർമൽ കേസിൽ വരുന്ന വേജ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, then advance salary, employer's contribution, then interest credited to RPF in excess of 9.5% per annum, then unrecognized product fund il recognized product like transfer, leave encashment, then 80 CCD, employer contribution to on account of employees pension referred under section 80 CCD. ഇത്രയാണ് 17 subsection 1 പ്രകാരം എന്താകുന്നത് സാലറിയുടെ ഡെഫിനിഷനിൽ വരുന്നത്. ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. സാലറി ഇൻക്ലൂഡ്സ് the wages. So wages എന്താണ്, wages വരും, ബേസിക് സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് വേജസിൽ വരുന്നതാണ്. ദെൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് എന്ത് വരുന്നത് സാലറി എന്ന് പറയുന്ന ക്രൈറ്റീരിയ അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1. ക്ലിയർ ആണോ? ഇനി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളൊരു സാലറിയുടെ കമ്പ്യൂട്ടേഷൻ വരുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. computation of taxable salary. Computation of taxable salary. Particulars. Then taxability amount in rupees. Okay. So salary ഹെഡിൽ നമ്മൾ ഒരു ടാക്സബിൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് വൺ, ബേസിക് സാലറി. ബേസിക് സാലറി എന്താണ്? ടാക്സബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. ബേസിക് സാലറിക്ക് എന്താണ് ഒരു റൈറ്റ് നൗ ടാക്സബിൾ സാലറി കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ഫുള്ളി ടാക്സബിൾ. ദെൻ dearness allowance, DA. So forming part of retirement benefit നമുക്ക് എന്ത് പറയാം in terms of employment. DA in terms of, ഒന്നുകിൽ DA in terms of employment ആകാം, അല്ലെങ്കിൽ DA not in terms of employment ആകാം. So DA forming part of retirement benefit, DA not forming part of റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഇങ്ങനെ രണ്ട് കാറ്റഗറി ആണുള്ളത്. എന്താണ് വരുന്നത്? ഇതും ഫുള്ളി ടാക്സബിൾ. സോ ബേസിക്കും ഡിഎയും എന്താണ് ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ബോണസ് കിട്ടിയാൽ സോ ബോണസ് എപ്പോഴും നമ്മൾ സാലറി എപ്പോഴും സെക്ഷൻ 15 പ്രകാരം ഡ്യൂ ഓർ റിസീവ്ഡ്, whichever is okay, earlier basis ഡ്യൂ അല്ലെങ്കിൽ റിസീവ് ഏതാണോ നേരത്തെ സംഭവിക്കുന്നത്. പക്ഷേ ബോണസ് എപ്പോഴാണ് ബോണസ് കൊടുക്കുന്നത്? ബോണസ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് ബോണസ് കൊടുക്കുന്നത് എപ്പോഴാണ്? എംപ്ലോയർ എംപ്ലോയിക്ക് ബോണസ് എപ്പോഴായിരിക്കും ബോണസ് കൊടുക്കുന്നത്? സോ പല രീതിയിലാകാം. ഒന്നെങ്കിൽ ഫെസ്റ്റിവൽ, അങ്ങനെയുള്ള പല രീതിയിൽ ഫെസ്റ്റിവൽ ബോണസ് ആകാം, അല്ലെങ്കിൽ കൂടുതൽ അവര് സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബോണസ് ആകാം. പല രീതിയിൽ ബോണസ് കൊടുക്കാം. സോ ബോണസ് എന്താണ്? എംപ്ലോയർ ബോണസ് കൊടുക്കും എന്ന് പറഞ്ഞൊരിക്കലും എന്താകത്തില്ല. നമ്മൾ ബിസിനസിന്റെ പരിപാടി എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ P&L ഡെബിറ്റ് ചെയ്യണം. സോ ആ ഡെബിറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? വേറൊരാളുടെ ഇൻകം വരുന്നത്. സോ ബോണസ് കിട്ടും അല്ലെങ്കിൽ ബോണസ് കൊടുക്കും എന്ന് ഡ്യൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? അത് ടാക്സബിൾ ആകില്ല. സോ ബോണസ് എന്തായിരിക്കണം? ഓൺ ആക്ച്വലി ടാക്സബിൾ ഓൺ റെസീറ്റ്. സോ ആക്ച്വലി റിസീവ്ഡ് ബേസിസിലാണ്. സോ അതെന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ. സോ നമുക്ക് എന്താണ് ബോണസ് സാലറിയിൽ പെടുത്തണോ വേണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താണ്? ബോണസ് കൊടുക്കും എന്ന് പറഞ്ഞ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. എന്തായിരിക്കണം? ബോണസ് കിട്ടിയാൽ എന്താണ്? സോ ദാറ്റ് മീൻസ് അത് എംപ്ലോയറുടെ ഓപ്ഷൻ ആണ് അല്ലെ. സോ അതൊരിക്കലും എന്തല്ല ബേസിക്കോ അങ്ങനെ സാലറി അല്ല. സോ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇന്ന സോ അതിന് ഇത്ര പെർസെന്റ് ആണെങ്കിലാണ് ബോണസ് കൊടുക്കുന്നത് തീരുമാനിച്ചതിന് ശേഷം പെർസെന്റ് വേണമെങ്കിൽ ഉയർത്താം. ഇത്ര പെർസെന്റേജ് സെയിൽ നടന്നാലാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ദാറ്റ് മീൻസ് എന്താണ്? ബോണസ് ഒരാളുടെ സാലറിയിൽ വരണമെങ്കിൽ എന്തായിരിക്കണം?
ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ ഉണ്ടോ? സോ സെക്ഷൻ 15 പറയുന്നുണ്ടെങ്കിലും ബോണസിന്റെ കേസിൽ എന്താണ്, ആക്ച്വലി എംപ്ലോയിക്ക് അത് കിട്ടിയെങ്കിൽ മാത്രമേ എന്തിനകത്ത് വരത്തുള്ളൂ, ടാക്സബിൾ സാലറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അഡ്വാൻസ് സാലറി. അഡ്വാൻസ് സാലറി കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ടാക്സബിൾ ഓൺ റെസീറ്റ് ബേസിസ്. സോ അഡ്വാൻസ് സാലറി കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മൾ ടാക്സബിൾ സാലറി എടുക്കത്തില്ല. സോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വൺ, അരിയർ സാലറി. സോ നമ്മൾ സെക്ഷൻ 89 ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ടാക്സബിൾ in the year in which it is received. സോ നമ്മളത് കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അരിയർ സാലറി ഏത് ഇയറിലാണോ കിട്ടുന്നത് ആ ഇയറിൽ ഒരു കമ്പ്യൂട്ടേഷൻ ഉണ്ട്. സോ അതിന്റെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അരിയർ സാലറിയുടെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. ഏത് ഇയറിലാണോ റിസീവ് ചെയ്യുന്നത് ആ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും, ടാക്സബിൾ ആകും. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ സാലറി ഇൻക്ലൂഡ്സ് എന്താണ്, ഗ്രാറ്റുവിറ്റി ഇതാണ്. സോ ദ 10 സബ്സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. പാർട്ട്ലി ടാക്സബിൾ ആണ്, പാർട്ട്ലി എക്സംപ്റ്റഡ് ആണ്. ദെൻ പെൻഷൻ, സോ ഏത് പെൻഷൻ ആണ് ടാക്സബിൾ ആകുന്നത് എന്ന് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ദെൻ ലീവ് സാലറി, ലീവ് സാലറി. ദെൻ അലവൻസസ്, അലവൻസസ്. സോ കുറെ അലവൻസസ് ഉണ്ട്. അതിൽ പാർട്ട്ലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് ഉണ്ട്, ടാക്സബിൾ അല്ലാത്തത്, ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ്, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കും. ദെൻ PF, പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അതിനകത്ത് വരുന്ന എക്സസ് വരുന്ന സെനാരിയോ. ദെൻ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, PRS കിട്ടുമ്പോഴുള്ളത്. ദെൻ retrenchment, retrenchment compensation, retrenchment compensation. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് സാലറി എന്താണ്, ഇപ്പം ഓണത്തിന് നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഓണം വരുമ്പോൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും എന്താണ്, ഒരു മാസം മുമ്പായിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റിലെയും സെപ്റ്റംബറിലെയും സാലറി ജൂലൈ ലാസ്റ്റ് കൊടുത്താൽ, സോ നമുക്ക് എപ്പോഴായിരിക്കും ഡ്യൂ ആകുന്നത്, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് ആണ് ഡ്യൂ ആകുന്നത്. സോ ഒരു ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ച് 2 മാസത്തെ സാലറി കൂടുതലായിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. എന്താണ്, ഈ 2 മാസം പിന്നീട് എന്താ ഉണ്ടാവില്ല, സാലറി ഉണ്ടാവില്ല. സോ ജൂലൈയില് ഈ 2 മാസത്തെയും സാലറി കൊടുത്താൽ ഇതെന്തായിരിക്കും, സെക്ഷൻ 15 പ്രകാരം ഡ്യൂ അല്ലെങ്കിൽ റിസീവ്ഡ് ബേസിസിലെ ഏത് മാസം തന്നെ ടാക്സബിൾ ആകും, ജൂലൈയിൽ തന്നെ. അതാണ് ഇത് അഡ്വാൻസ് സാലറി. സോ ഇവിടെ അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത്ര സാലറി ഉണ്ട് എന്ന് പറഞ്ഞ്, സോ ജൂലൈയില് ഓണത്തിന് വേണ്ടി, ഓണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ ആയിട്ട് എടുത്താണെങ്കിൽ അതെന്താകത്തില്ല, ടാക്സബിൾ സാലറി ആകില്ല. ബട്ട് അഡ്വാൻസ് സാലറി വിൽ ബി ടാക്സ്ഡ് ആസ് പെർ സെക്ഷൻ 15. സോ അതിന് ഇതിനകത്ത് വരും അഡ്വാൻസ് സാലറി 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറിയിൽ വരും. ക്ലിയർ ആണോ? സർ, അഡ്വാൻസ് സാലറി കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, 25,000 രൂപയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അതില് 5,000 രൂപ അഡ്വാൻസ് സാലറി ആയിട്ട് പല തവണകളായിട്ട് അഡ്വാൻസ് സാലറി, അത് അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി. അപ്പൊ ഇവിടെ ആ ഒരു കേസിൽ ശ്രദ്ധിക്കാം. നേരത്തെ നമ്മൾ ആ പോയിന്റ് എടുക്കാം. ഇവിടെ 25,000 സാലറി ഉള്ള ഒരാളാണ്. സോ അയാൾക്ക് എന്താണ്, എംപ്ലോയർ റിലേഷൻഷിപ്പ് വെച്ച് എന്താണ് 10 lakh rupees എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തു, ഏതോ ഒരു മാസം കൊടുത്തു. ബട്ട് അത് അഡ്വാൻസ് അല്ല, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി. സോ അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ കണ്ടീഷൻ അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്താണ്, ഈ 10 lakh rupees നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് തിരിച്ചടക്കണം. സോ തിരിച്ചടക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ്, വേറെ സാലറി ഒന്നും നിൽക്കില്ല, നിങ്ങൾ എന്റെ എംപ്ലോയി ആണ്. സോ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരികയാണ്. ഈ 25,000 എന്താണ് 5,000 വെച്ച് ഞാൻ പിടിച്ചിട്ട് 20,000 നിങ്ങൾക്ക് തട്ടുള്ളൂ. അതെന്താണ്,
ഈ 10 lakh എന്ന് പറയുന്ന അഡ്വാൻസ് അഗെയിൻസ്റ്റ് സാലറി, അതൊരു ലോണാണ്. എംപ്ലോയർ എംപ്ലോയിക്ക് എന്താണ് സാലറിയുടെ ബേസിൽ കൊടുക്കുന്ന ഒരു ലോൺ പോലെ വരത്തുള്ളൂ. അതൊരിക്കലും എന്താകത്തില്ല, സാലറി ആകില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് 2 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? അത് 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറിയുടെ ഡെഫിനിഷനിൽ വരും. ഇപ്പൊ ക്ലിയർ ആണ്. ഒരു ഔട്ട്സൈഡ് പാർട്ടിയുടെ ഞാൻ ലോൺ എടുക്കുന്നതിന് പകരം എന്താണ്, എംപ്ലോയർ റിലേഷൻഷിപ്പ് വെച്ചിട്ട് എനിക്കൊരു ലോൺ തന്നിരിക്കുന്നു, ദെൻ അത് എന്റെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്തെടുക്കുന്നു എംപ്ലോയി. സോ അവിടെയും എന്താണ്, അപ്പൊ അവിടെ സാലറി കാണിക്കുമ്പോൾ 20,000 ആയിരിക്കല്ല കാണിക്കുന്നത്, എന്റെ 25,000 എന്തായിരിക്കും, സാലറി ആയിട്ട് തന്നെ വരും. ക്ലിയർ അല്ലേ? എന്താണ് പക്കാ ലോൺ സിസ്റ്റം. അത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ ലോൺ എടുത്തു, എന്ത് കാണിച്ചുകൊണ്ട്, സാലറി വെച്ചുകൊണ്ട്. എംപ്ലോയർ തന്നെയാണല്ലോ കൊടുക്കുന്നത്. സോ അതിൽ നിന്ന് ഒരു പോർഷൻ ഡിഡക്ട് ചെയ്തിട്ട് റിമൈനിങ് പോർഷൻ സാലറി ആയിട്ട് തരും. സോ എന്തായിട്ട് തന്നെ കണക്കാക്കി വന്നിട്ട് 25,000 രൂപ സാലറി കൊടുത്തായിട്ട് തന്നെ കണക്കാക്കും. 25,000 രൂപ കിട്ടിയതിന് ശേഷം ആപ്ലിക്കേഷൻ ഓഫ് സാലറി പോലെ വരും, 5,000 രൂപ എംപ്ലോയർക്ക് കൊടുത്തതുപോലെ വരും. ക്ലിയർ ആണോ? ഓക്കെ. വരുന്ന retrenchment compensation, then to 6 under section 17 subsection 2 to 6 under section 17 subsection 2. So ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെല്ലാം ബേസിക് TA, ബോണസ്, അഡ്വാൻസ് സാലറി, അരിയർ സാലറി, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് സാലറി, അലവൻസസ്, പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള VRS, റിട്രീഞ്ച്മെന്റ് കോമ്പൻസേഷൻ എല്ലാം കഴിയുമ്പോൾ ദെൻ 17(2) പ്രകാരം ഓവർ ആൻഡ് അബോ സാലറി കിട്ടുന്ന പ്രിക്വിസിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്രോസ് സാലറി. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് സാലറിയുടെ ഹെഡിൽ വരുന്ന ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. സോ ഇതിനുണ്ടല്ലോ എത്ര സെക്ഷൻസ് ഉണ്ടാകുന്ന, സെക്ഷൻ 16 clause 1A, then section 16 clause 2, then section 16 clause 3, section 16 clause 3. So ഇത് മൂന്നും നമ്മൾ കണ്ടുപിടിച്ച് സാലറിയിൽ നിന്ന് ഡിഡക്ട് ഗ്രോസ് സാലറി ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നെറ്റ് സാലറി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ടാക്സബിൾ സാലറി എന്ന് പറയുന്ന എമൗണ്ട്. സോ ഇതാണ് നമ്മൾ ഓരോന്നുണ്ടോ, ഇതിനകത്ത് നമുക്ക് എന്താണ്, ഓരോന്നിനും കമ്പ്യൂട്ടേഷൻ ഉണ്ട്. നമ്മൾ സാലറിയുടെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ വന്നാൽ ടാക്സബിൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് 17 സബ്സെക്ഷൻ 1 പറയുന്ന എല്ലാ ഐറ്റംസും വരും. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ അത് 17 സബ്സെക്ഷൻ 1 പറയുന്നത് കൂടാതെ ബേസിക്, DA, ബോണസ്, അഡ്വാൻസ് സാലറി, അരിയർ സാലറി, ദെൻ ഗ്രാറ്റുവിറ്റി, ഇതിനെല്ലാം നമ്മൾ 10 സബ്സെക്ഷൻ ഓരോന്നിനും സെപ്പറേറ്റ് ടാക്സബിൾ എമൗണ്ട് എത്രയാണെന്ന് കമ്പ്യൂട്ടേഷൻ ഉണ്ട്. സോ അതാണ് നമ്മൾ ഓരോന്നും ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്ത് ഒരു ടോട്ടൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് സാലറിയിൽ വരാവുന്നത്. സോ ഗ്രോസ് സാലറി അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഗ്രോസ് സാലറി, അതിൽ നിന്ന് സാലറിയിൽ കുറയ്ക്കാവുന്ന ഏക ഡിറക്ഷൻ എന്താണ്, സെക്ഷൻ 16 ആണ്. സോ സെക്ഷൻ 16 3 ഡിഡക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 16 സബ്സെക്ഷൻ ക്ലോസ് 1A, ക്ലോസ് 2, ക്ലോസ് 3. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡിഡക്ഷൻ എമൗണ്ട് കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കുറച്ച് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി. ക്ലിയർ ആണോ? സോ ഇവിടെ നമ്മള് സാലറിയിൽ നമ്മൾ കണ്ടോ സെക്ഷൻ 15 ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 17 സബ്സെക്ഷൻ 1 ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ്, സെക്ഷൻ 16 ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 17(2) നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യണം. 17 സബ്സെക്ഷൻ 3 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. Then section 16 in-depth discuss ചെയ്യാൻ പോവാണ്. Deduction under the head salary. Deduction under the head salary. Deduction under the head salary. So very important. Deduction under the head salary. Section 16. Okay. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഇതിങ്ങനെയാണ് സാലറിയുടെ. നമ്മൾ ഒരു ഫോർമാറ്റ് ആണ്, ടാക്സബിൾ സാലറി കണ്ടുപിടിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ്. സോ ഈ ഫോർമാറ്റിലാണ് നമ്മൾ എല്ലാ പ്രോബ്ലവും, ടാക്സബിൾ സാലറി കണ്ടുപിടിക്കുന്ന എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നത്. സോ ഇതിൽ ഓരോന്നും സംടൈംസ് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ആൻസറിലേക്ക് എത്തേണ്ടി വരും. നോക്കാം, നമ്മൾ ഡിഡക്ഷൻ സെക്ഷൻ 16
section 16. ഒരേ ഒരു ഡിഡക്ഷൻ ആണ് സാലറി ഉള്ള section 16. Deduction under the head salary. So very, very important. Deduction under salaries. Deduction under the head salaries. First one. So, മൂന്ന് sections ഏതൊക്കെയായിരുന്നു? Section 16 clause 1A. Then section 16 clause 2. Then section 16 clause 3. Section 16 clause 3. ഇവിടെ നോക്കാം. Section 16 clause 1A. നോക്കാം. Standard deduction എന്ന് പറയും. Section 16 clause 1A. Section 16 clause 1A. Standard deduction. Section 16 clause 1A. Standard deduction എന്ന് പറയും. Standard deduction. So ഒരു സാലറി കിട്ടുന്ന ആളാണെങ്കിൽ അയാൾ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് rupees 50,000. സോ നമ്മള് തിയറിയിൽ പറയുന്നത് അല്ലെങ്കിൽ പോർഷനിൽ പറയുന്നത് മാക്സിമം അപ് ടു 50,000 ആണ് പറയുന്നത്. സോ നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്തതിനു വേണ്ടി നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. rupees 50,000 or amount of salary, rupees 50,000 or amount of salary whichever is lower, okay. So 50,000 അല്ലെങ്കിൽ salary whichever is lower. എന്താണ് ഇതോട്ട് ഉദ്ദേശിക്കുന്നത്? മാക്സിമം അപ് ടു 50,000. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? ഒന്നുകിൽ 50,000 അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് സാലറി വിച്ച് അവർ ഈസ് ലോവർ. ഇതിന്റെ മീനിങ് എന്താണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എനിക്ക് സാലറി കിട്ടുന്നത് ജസ്റ്റ് ഞാൻ ഫിഗർ പറയാം. എന്റെ സാലറി 10,000 ഗ്രോസ് സാലറി 1 lakh ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എന്റെ സാലറി 1 lakh എന്ന് വിചാരിക്കുക. എന്റെ സാലറി 1 lakh. സോ എനിക്ക് 16 ക്ലോസ് 1A പ്രകാരം എത്ര വരെ കിട്ടും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? എന്റെ സാലറി 1 lakh ആണെങ്കിൽ എനിക്ക് എത്ര വരെ ഡിഡക്ഷൻ കിട്ടും? 50,000 അല്ലെ? സോ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A പ്രകാരം എനിക്ക് 50,000 വരെ. സോ ദാറ്റ് മീൻസ് ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞ കമ്പ്യൂട്ടർ. സോ ദാറ്റ് മീൻസ് എനിക്ക് എത്ര മതി? 50,000 ടാക്സബിൾ സാലറി ആയിട്ട് വരത്തുള്ളൂ. ദെൻ നേരെ മറിച്ച് എന്റെ സാലറി 40,000 ഉള്ളൂ എനിക്ക് സാലറി എങ്കിൽ എനിക്ക് ഡിഡക്ഷൻ എത്ര കിട്ടൂ? 50,000 കിട്ടിയിട്ട് 10,000 റീഫണ്ട് കിട്ടുമോ? ഇത് ഡിഡക്ഷൻ ആണ്. കിട്ടിയെങ്കിൽ മാത്രം. ഡിഡക്ഷൻ മീൻസ് എന്താണ്? എനിക്ക് ആക്ച്വലി ഉണ്ടെങ്കിൽ. സോ എത്ര വരെയാണ് എനിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? മാക്സിമം അപ് ടു 40,000. ഒന്നുകിൽ എനിക്ക് എന്റെ സാലറി കിട്ടുന്നത് ഗ്രോസ് സാലറി വരുന്നത് 1,50,000 മുകളിലാണെങ്കിൽ എനിക്ക് 50,000 വരെ നിങ്ങൾ ഡിഡക്ഷൻ എടുത്തോ. നിങ്ങൾക്ക് 50,000 ആണെങ്കിൽ പിന്നെ 50,000 ഡിഡക്ഷൻ ചോദിച്ചു വരും. നിങ്ങൾക്ക് എത്ര സാലറി ഉണ്ടോ അത്ര ഡിഡക്ഷൻ എടുത്തു. സോ 40,000 ഉള്ളൂ എങ്കിൽ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A വരെ എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടും? 40,000. ദാറ്റ് മീൻസ് എന്റെ ടാക്സബിൾ സാലറി ആ കേസ് എത്രയായിരിക്കും? നില്ലായിരിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്. സോ ഇതിന്റെ സബ് ക്ലോസ് ഉൾപ്പെടെ കറക്റ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് സ്പെസിഫൈ ചെയ്യണം. സെക്ഷൻ 16 ക്ലോസ് 1A. So that means standard deduction ഒന്നുകിൽ 50,000 അല്ലെങ്കിൽ ആക്ച്വൽ സാലറി. ദാറ്റ് മീൻസ് മാക്സിമം അപ് ടു 50,000. സോ അതെങ്ങനെ വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ? എന്റെ സാലറി, എന്റെ ഗ്രോസ് സാലറി 50,000 മുകളിലാണെങ്കിൽ എനിക്ക് എത്ര ഡിഡക്ഷൻ കിട്ടും? 50,000 വരെ കിട്ടും. എന്റെ സാലറി 50,000 താഴെയാണെങ്കിൽ എനിക്ക് എത്ര വരെ കിട്ടും? എത്രയാണോ ആ സാലറി അത്ര വരെ ഡിഡക്ഷൻ കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 1A. സെക്ഷൻ 16 ക്ലോസ് 2. Entertainment allowance. Entertainment allowances. Entertainment allowance. Okay. So, നമുക്കുണ്ട് allowance. Entertainment allowance ഒരു fully taxable allowance ആണ്. സോ എന്റർടൈൻമെന്റ് അലവൻസ് എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് എന്താണ് 16 ക്ലോസ് 2 പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അത് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. So 16 clause 2 prakaram deduction. So very important, deduction allowable
Deduction allowable only for government employees. So non-government employees entertainment allowance കിട്ടിയാൽ എന്താണ് ഓരോ ഡിഡക്ഷൻ കിട്ടിയാൽ എന്താണ് entire amount will be taxed. Deduction allowable only for government employees. So very important. 16 clause 2 ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. എന്താണ് 16 clause 2? എന്റർടൈൻമെന്റ് അലവൻസ് അത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ? എന്റർടൈൻമെന്റ് അലവൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് കിട്ടുന്ന മൊത്തം എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമോ? സോ അതാണ് അടുത്തത് ഡിഡക്ഷൻ. ഓക്കെ. അടുത്ത പോയിന്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ. Amount of deduction. So very very important. So entertainment allowance ആർക്ക് മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ? 16 clause 2 ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം. സോ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? 16 clause 2 പ്രകാരം ഡിഡക്ഷൻ വരുന്നത്. അതർവൈസ് നെയിൽ. സോ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ആണ് എന്റർടൈൻമെന്റ് അലവൻസ് കിട്ടുന്നതാണ് കംപ്ലീറ്റ് ടാക്സബിൾ ആണ്. എന്താണ്? ഡിഡക്ഷൻ ഇല്ല. ദെൻ എനിക്ക് 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് കിട്ടി. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. സോ 16 clause 2 പ്രകാരം ഐ എം എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. പക്ഷെ എനിക്ക് എൻറ്റയർ 10,000 ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഉണ്ടോ? ഉണ്ട്. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. സോ ഈ പറയുന്ന കമ്പ്യൂട്ടേഷനിൽ ഏതാണോ ഏറ്റവും ചെറുത് അത്രയുമായിരിക്കും എനിക്ക് എന്തായിട്ട് കിട്ടുക? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. സോ ഫസ്റ്റ് വൺ 20% അല്ലെങ്കിൽ 20% ഓഫ് ബേസിക് സാലറി. 20% ഓഫ് ബേസിക് സാലറി. ഓർ സം ടെക്സ്റ്റില് 20% 1/5. 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 20% ആണ് അല്ലെ? 1/5 ഓഫ് ബേസിക്. സോ എവിടെയെങ്കിലും 1/5 കണ്ടെത്തി പറഞ്ഞാൽ അയ്യോ വേറെ എന്തോ കമ്പ്യൂട്ടേഷൻ ആണ് വിചാരിക്കരുത്. 20% എന്താണ്? 1/5 ഓഫ് ബേസിക്. ഫസ്റ്റ് എന്താണ്? നമുക്ക് ബേസിക് സാലറി എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തരണം. അതിന്റെ 20% അല്ലെങ്കിൽ 1/5 കണ്ടുപിടിക്കും. ദെൻ rupees 5,000 then or actual entertainment allowance. Entertainment allowance. Entertainment allowance. Clear ആണോ? So 16 clause 2 എന്താണ്? എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. ഈ ഡിഡക്ഷൻ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. ഗവൺമെന്റ് എംപ്ലോയീസിന് മുഴുവൻ കിട്ടുമോ? അവിടെ എന്താണ് 3 വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും കുറവ് ഏതാണോ അത്രയും വരെ എന്തായിട്ട് കിട്ടുള്ളൂ? ഡിഡക്ഷൻ ആയിട്ടുള്ളൂ. അതെങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് വൺ, എത്രയാണോ അയാളുടെ ബേസിക് സാലറി, ആ എംപ്ലോയിയുടെ ബേസിക് സാലറി എത്രയാണോ അതിന്റെ 20% അല്ലെങ്കിൽ 1/5. ദെൻ ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് വെച്ചിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ് 5,000 rupees 5,000 അല്ലെങ്കിൽ എന്താണ്? ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ്. ഇതിൽ മൂന്നിലും ഏതാണോ ചെറുത്, ഏതാണോ ലീസ്റ്റ്, അതുവരെ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും അണ്ടർ സെക്ഷൻ 16 clause 2. ക്ലിയർ ആണോ? സോ 16-ലെ 2 ക്ലോസ് നമ്മൾ പറഞ്ഞു. ദെൻ തേർഡ് വൺ ക്ലോസ് 3. ക്ലോസ് 3 പറയുന്നത് പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ്. professional tax അല്ലെങ്കിൽ tax on employment. Tax on employment. Tax on employment. Professional tax അല്ലെങ്കിൽ tax on employment. ഇവിടെ നോക്കാം. professional tax paid. So professional tax എന്തായിരിക്കണം? Actually paid ആയിരിക്കണം. professional tax paid by. നമ്മൾ രണ്ട് കാര്യങ്ങളാവും. ഒന്നുകിൽ പേ ചെയ്തത് professional tax paid. സോ ക്വസ്റ്റ്യനില് പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്,
അത് ആക്ച്വലി പെയ്ഡ് ആണ്. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി ആണെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി. ഇവിടെ നോക്കാം, പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി ആണ്. സോ പ്രൊഫഷണൽ ടാക്സ് എവിടെ നിന്നായിരിക്കും പേ ചെയ്യുന്നത്? എംപ്ലോയിക്ക് കിട്ടിയ സാലറി നിന്നായിരിക്കും എടുത്ത് പേ ചെയ്യുന്നത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്? സോ എംപ്ലോയർ റിലേഷൻഷിപ്പിലാണ് സാലറി കിട്ടിയത്. ഇങ്ങനെ ഒരു എംപ്ലോയ്മെന്റ് ഉള്ളതുകൊണ്ടാണ് എന്ത് പേ ചെയ്യേണ്ടി വന്നത്? പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് എന്താണ്, അങ്ങനെ ഒരു പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഡക്ഷൻ allowable under section 16 clause 3. So employee ആണ് പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തെങ്കിൽ ഒന്നും നോക്കാനില്ല, എന്താണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 clause 3 കിട്ടും. Then if എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആണ് പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തെങ്കിലോ ബൈ എംപ്ലോയർ ആണ് പേ ചെയ്തെങ്കിൽ എന്ത് ചെയ്യും? ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ? പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആണ് പേ ചെയ്തതെങ്കിൽ ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ? ആൻസർ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആണ് പ്രൊഫഷണൽ ടാക്സ് പേ, എംപ്ലോയിയുടെ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ. ആ കേസിൽ എംപ്ലോയിക്ക് ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ? സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കാം, ഫിനിഷ് പെയ്ഡ് ബൈ അസസി ഓൺ അക്കൗണ്ട് ഓഫ് ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് allowable as deduction if professional tax paid by employer on behalf of employee. ഇവിടെ നോക്കാം, എംപ്ലോയർ ഇത് പേ ചെയ്യാൻ കാരണം എന്താണ്? എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ്. സോ ഈ പേയ്മെന്റ് വന്നിരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ്? എംപ്ലോയർ റിലേഷൻഷിപ്പ്. സോ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഒരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എംപ്ലോയർ പേയ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ വരണം? ആക്ച്വലി സാലറിയിൽ വരണം. ഓക്കെ, സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആഡ് ടു സാലറി ആസ് പെർക്വിസിറ്റ്സ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പ്രകാരം എന്താണ്? പെർക്വിസിറ്റ് പോലെ എംപ്ലോയിക്ക് എന്താണ് ഓവർ ആൻഡ് എബോവ് സാലറി ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയതുപോലെ എന്താണ് 17(2) സബ്സെക്ഷൻ 2 പ്രകാരം ആദ്യം ആഡ് ചെയ്യും, അതിനുശേഷം എന്താണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 2 ഉണ്ടോ? സോ എന്താണ്? സാലറിയിൽ ആദ്യം ആഡ് ചെയ്യും, അതിനുശേഷം ഡിഡക്ഷൻ കുറയ്ക്കും. സോ ദാറ്റ് മീൻസ് ഇത് നള്ളിഫൈ ചെയ്ത് പോകുന്നില്ലേ എന്നൊരു സംശയം തോന്നാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഈ ഗ്രോസ് സാലറി കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രോസ് സാലറി കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? കുറച്ച് പോയിട്ടില്ല. ആദ്യം എന്ത് ചെയ്യും? 17(2) ഉണ്ടോ? ഇവിടെ തന്നെ നെറ്റ് ചെയ്തിട്ട് കുറച്ചല്ല എഴുതുന്നത്. 17(2) പ്രകാരം പെർക്വിസിറ്റ് പ്രകാരം എന്താണ്? അത് ആദ്യം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. എംപ്ലോയിക്ക് ഓവർ ആൻഡ് എബോവ് സാലറി കൊടുത്ത ഒരു ബെനിഫിറ്റ് പോലെ വന്നിട്ട് എന്താണ്? ഫസ്റ്റ് അത് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും, അതിനുശേഷം ഡിഡക്ഷനിലാണ് കൊടുക്കുക. ദാറ്റ് മീൻസ് എന്താണ്? ഈ ഗ്രോസ് സാലറിയും നെറ്റ് സാലറിയും രണ്ടും 2 സാലറി ആയിരിക്കും. സോ ഇവിടെ കൊണ്ട് നിങ്ങൾ ഒറ്റടിക്ക് സ്റ്റുഡൻസ് നോർമൽ ചോദിക്കുന്നത് ഇത് രണ്ടും എന്താണ് ഇതിന്റെ ഇമ്പാക്ട് ഒന്നും ഇല്ലല്ലോ. ഒന്ന് ആഡ് ചെയ്യുന്നു, ആദ്യം ആഡ് ചെയ്യുന്നു, അതിനുശേഷം ലെസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ 17(2) ആഡ് ചെയ്യുക മീൻസ് എന്താണ്? ഗ്രോസ് സാലറിയിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ ഗ്രോസ് സാലറിയിൽ നിന്ന് 16 ഡിഡക്ഷൻ എടുക്കുമ്പോൾ 3 ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഡിഡക്ഷനിൽ ഇത് വന്നിട്ട് ആ സെയിം എമൗണ്ട് കുറയുന്നു. ഗ്രോസ് സാലറിയും നെറ്റ് സാലറിയും ഡിഫറെന്റ് ആകും. ക്ലിയർ ആണോ? സോ സെക്ഷൻ 16 എന്ന് പറയാവോ? സെക്ഷൻ 16 എന്താണ്? സാലറിയുടെ ഹെഡില് ഗ്രോസ് സാലറിന്ന് കുറയ്ക്കുന്ന ഒരേ ഒരു ഡിഡക്ഷൻ ആണ് എന്ത്? സെക്ഷൻ 16. 3 ക്ലോസസ് ആണുള്ളത്. 16 ക്ലോസ് 1A. സോ ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര വരെ കിട്ടാം? മാക്സിമം അപ് ടു 50,000. ദാറ്റ് മീൻസ് 50,000 or actual salary whichever is less will be allowed as deduction. Then 16 clause 2 എന്താണ്? എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. സോ എന്റർടൈൻമെന്റ് അലവൻസ് ഡിഡക്ഷൻ ആയിട്ട് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. എൻറ്റയർ എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമോ? സോ അവിടെയും എന്താണ്? കമ്പ്യൂട്ടേഷൻ ഉണ്ട്. 3 എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. അതിൽ ലീസ്റ്റ് ഒന്നെന്താണ്? ബേസിക് സാലറിയുടെ 20% അല്ലെങ്കിൽ 1/5 എടുക്കും. ദെൻ 5000 സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ്. ദെൻ മൂന്നാമത്തെ എന്താണ്? ആക്ച്വൽ entertainment allowance whichever is less. Least of the following. Then third one എന്താണ്? 16 clause 3 professional tax paid
സോ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യണമെങ്കിൽ അത് ആര് പേ ചെയ്യാൻ നോക്കും? എംപ്ലോയി ആണ് പേ ചെയ്യുന്നെങ്കിൽ ഒന്നും നോക്കല്ല, നേരെ എന്ത് ചെയ്യും? 16(3) നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും. എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയിയുടെ സാലറിയിൽ ആഡ് ചെയ്യും. 17 സബ്സെക്ഷൻ 2 പ്രകാരം പെർക്യൂസേറ്റ് ആയിട്ട് കണക്കാക്കും. അതിനുശേഷം എന്താണ്? ഗ്രോസ് സാലറി കണ്ടുപിടിച്ചിട്ട് ഡിഡക്ഷനിൽ വന്നിട്ട് 16 ക്ലോസ് 2 പ്രകാരം സെയിം എമൗണ്ട് ലെസ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ എല്ലാവർക്കും? സോ റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണോ എല്ലാവർക്കും? അജി, ശ്യാമ, സോ വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ സെക്ഷൻ 15 എന്തായിരുന്നു? സെക്ഷൻ 15 എന്തായിരുന്നു? സാലറിയിൽ നമ്മൾ സെക്ഷൻ ഉൾപ്പെടെ പഠിക്കണം. എപ്പോഴും സെക്ഷൻ ഉൾപ്പെടെ പഠിക്കാവുള്ളൂ. സോ സെക്ഷൻ വിട്ടിട്ടുള്ള പഠിക്കാത്ത ടാക്സ് പ്രത്യേകിച്ച്. സെക്ഷൻ 15 എന്തായിരുന്നു? സോ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാ, ടൈപ്പ് ചെയ്ത് സമയം കളയാതെ. സെക്ഷൻ 15 എന്തായിരുന്നു? ചാർജിങ് സെക്ഷൻ ആണ്. ഞാനിത് 2 പോയിന്റ് ആണ് വന്ന്. ചാർജിങ് സെക്ഷൻ ആണ്. സാലറിയിൽ ചാർജ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ദെൻ എപ്പോഴാണ് ടാക്സ് ചെയ്യുന്നത്? ഡ്യൂ അല്ലെങ്കിൽ റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ ബേസിസിൽ. ദെൻ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? 17 സബ്സെക്ഷൻ 1 ഡിസ്കസ് ചെയ്തു. സാലറിയിലെ ഡെഫിനിഷൻ, സാലറി ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ വരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ സെക്ഷൻ 16 സാലറിയിൽ വരുന്ന ഒരേ ഒരു ഡിഡക്ഷൻ, ദാറ്റ് മീൻസ് ഗ്രോസ് സാലറിയിൽ നിന്ന് വരുന്ന ഒരേ ഒരു ഡിഡക്ഷൻ ആണ് അണ്ടർ സെക്ഷൻ 16. സോ 16 3 ക്ലോസസ് ആണുള്ളത്. 16 ക്ലോസ് 1A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ് ടു 50,000. ദെൻ 16 ക്ലോസ് 2 എന്റർടൈൻമെന്റ് അലവൻസ്. അത് ആർക്ക് മാത്രം? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം. ഗവൺമെന്റ് എംപ്ലോയീസിന് ഫുള്ള് കിട്ടുമോ? അവിടെ ഒരു എന്താണ് 3 നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കും. അതിൽ ലീസ്റ്റ് ആണ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? 1/5 ഓഫ് ബേസിക് അല്ലെങ്കിൽ 20% ഓഫ് ബേസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയിട്ടുള്ള 5,000. ദെൻ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ്. ഇതിൽ 3 ഏതാണോ കുറവ് അത്രയും കിട്ടും. ദെൻ 16 ക്ലോസ് 3 എന്താണ്? പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെന്റ് പെയ്ഡ്. ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എംപ്ലോയി, ദെൻ ഒന്നും നോക്കാനില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യും? 16 വെച്ചിട്ട് എന്താണ് ഡിഡക്ഷൻ കൊടുക്കും. 16 ക്ലോസ് 3 സ്റ്റാൻഡേർഡ് ഗ്രോസ് സാലറിയിൽ നിന്ന് 16 ക്ലോസ് 3 ഡിഡക്ഷൻ കൊടുക്കും. എംപ്ലോയർ ആണ് പേയെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? എംപ്ലോയിയുടെ സാലറി ആയിട്ട് കണക്കാക്കും. ഇത് ബേസിക്കിലാണോ വരുന്നത്? അല്ല, ഓവർ ആൻഡ് അബൌട്ട് നോർമൽ സാലറി, ദാറ്റ് മീൻസ് പെർക്യൂസിറ്റ് ആയിട്ട് കണക്കാക്കും. അതിനുശേഷം എന്താണ്? സെയിം എമൗണ്ട് എംപ്ലോയർ പേ ചെയ്ത എമൗണ്ട് എവിടെ വന്ന് കുറയ്ക്കും? 16 ക്ലോസ് 3 വന്നിട്ട് കുറയ്ക്കും. ക്ലിയർ അല്ലേ? 17 സബ്സെക്ഷൻ 3 പ്രോഫിറ്റ് ഇൻ യുവർ സാലറി നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കാം. ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നോക്കുന്ന കമ്പ്യൂട്ടേഷൻ ഓഫ് അല്ലെങ്കിൽ സാലറി. നമുക്ക് ഇതെല്ലാം ക്വസ്റ്റ്യൻ ബേസിക് അല്ലെങ്കിൽ DA ബോണസ് ഒക്കെ നമുക്ക് എന്തായിരിക്കും? ഡയറക്ട്ലി ഗിവൺ ആയിരിക്കും. ഗ്രാൻഡ് സാലറി, അരിയൽ സാലറി നമ്മളൊരു കമ്പ്യൂട്ടേഷൻ ഉള്ളതാണ്. ദെൻ ഇവിടുന്ന് ഓരോന്നും ഇതാണ് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. സാലറിയിലെ അണ്ടർ സെക്ഷൻ 10 വരുന്ന ഓരോ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് സാലറി, പിന്നെ 10 സബ്സെക്ഷൻ 14 13 പറഞ്ഞിരിക്കുന്ന അലവൻസസ്, ദെൻ പ്രൊവിഡന്റ് ഫണ്ട് 10 സബ്സെക്ഷൻ 11, 12, 13, then VRS compensation, then retrenchment compensation, then perquisite. So that means ഇതെല്ലാം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോന്നായിട്ട് നമ്മൾ ഈ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്ത് ഒരു ടോട്ടൽ സാലറി പ്രോബ്ലത്തിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഡിഡക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ പ്രോബ്ലം കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ സെക്ഷൻ 16 ഡിഡക്ഷൻ ഗ്രോസ് സാലറി. ഈ പറഞ്ഞ എല്ലാം കണ്ടുപിടിച്ച് ടാക്സബിൾ സാലറി അല്ലെങ്കിൽ ഗ്രോസ് സാലറി, ടാക്സബിൾ ഗ്രോസ് സാലറി, അതിൽ നിന്ന് സെക്ഷൻ 16 ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ സാലറിയിൽ വരുന്ന ഡയറക്റ്റ് സാലറിയിൽ മാത്രം വരുന്ന ഹെഡിൽ മാത്രം വരുന്ന ഡിഡക്ഷൻ ആണ് സെക്ഷൻ 16. സോ സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻ കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി. സോ ഡിഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 10 സബ്സെക്ഷൻ 10. സെക്ഷൻ 10 സബ്സെക്ഷൻ 10. സെക്ഷൻ 10 സബ്സെക്ഷൻ 10. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ഗ്രാറ്റുവിറ്റി. സോ ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എത്ര വരെയാണ് ടാക്സബിൾ ആകുന്നത്, എത്ര എക്സംഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടന്റ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10 ആണെന്ത്? ഗ്രാറ്റുവിറ്റി. സോ ഗ്രാറ്റുവിറ്റിയിലെ എക്സംഷൻ കിട്ടും. സോ സെക്ഷൻ 10 പറയുന്ന എല്ലാം എന്താണ്? പിന്നീട് നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നതാണ്. സെക്ഷൻ 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലറിയുടെ ബേസ് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സംപ്റ്റഡ് ഇൻകം പറയുന്നതാണ് സെക്ഷൻ 10 പറയുന്നത്. സോ സാലറിയിൽ കുറെ സെക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 സബ്സെക്ഷൻ 10 ആണ്. ഇത് ഫുള്ളി എക്സംപ്റ്റഡ് ആണോ പാർട്ട്ലി എക്സംപ്റ്റഡ് ആണോ? സോ എക്സംപ്ഷൻ കഴിഞ്ഞ എമൗണ്ട് എന്താവും? ടാക്സബിൾ സാലറിയോട്ട് വരും. 17 സബ്സെക്ഷൻ 1 പ്രകാരം എന്താണ് ടാക്സബിൾ സാലറിയിലേക്ക് വരും. സോ ഇനി നമുക്ക് എത്രയാണ് എക്സംഷൻ കിട്ടുന്നതെന്നാണ് 10 സബ്സെക്ഷൻ. ബിക്കോസ് 10 സബ്സെക്ഷൻ അല്ലെങ്കിൽ 10 പറയുന്ന എല്ലാം എന്താണ് എക്സംഷൻ ആണ്. ദാറ്റ് മീൻസ് എന്താണ് അത് ടാക്സ് ചെയ്യില്ല. ടാക്സിന്റെ പെറിവിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് 10 സബ്സെക്ഷൻ. സോ നമ്മൾ ബേസിക്കലി ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നു 10 സബ്സെക്ഷൻ 1. സോ എന്താണ് അഗ്രികൾച്ചർ ഫുള്ളി എക്സംപ്റ്റഡ്. സോ അതേപോലെ 10 സബ്സെക്ഷൻ 5 എന്താണ് എക്സംഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി ആണ് പറയുന്നത്. സോ എത്രത്തോളം ഫുൾ ഗ്രാറ്റുവിറ്റി ആണോ എക്സംപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർട്ട് ഗ്രാറ്റുവിറ്റി ആണോ എക്സംപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർട്ട് ആണെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ഉണ്ടോ, എന്താണ് ആ കമ്പ്യൂട്ടേഷൻ, ആ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10 എന്താണ് ഗ്രാറ്റുവിറ്റി. സെക്ഷൻ 10 സബ്സെക്ഷൻ 10 എക്സംഷൻ exempted amount of gratuity. നോക്കാം. gratuity നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 10. സോ 10 എല്ലാം പറയുന്നത് എന്താണ് എക്സംഷൻ ആണ് പറയുന്നത്. ദെൻ നമ്മൾ ഇതിനെ തിരിക്കുകയാണ്. ഗ്രാറ്റുവിറ്റി ഡ്യൂറിങ് എംപ്ലോയ്മെന്റ്. സോ എംപ്ലോയ്മെന്റിന്റെ സമയത്ത് ദാറ്റ് മീൻസ് എന്താണ് റിട്ടയർ ആകുന്നതിന് മുമ്പ് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി. സോ ഫുള്ളി ടാക്സബിൾ for all type of employees. സോ നമ്മുടെ എംപ്ലോയ്മെന്റിലുള്ള സമയത്ത് തന്നെ ഗ്രാറ്റുവിറ്റി കിട്ടിയാൽ നമുക്ക് എന്താണ് ഒന്നും നോക്കാനില്ല, ഫുള്ളി ടാക്സബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് എംപ്ലോയീസ്. ഫുള്ളി ടാക്സബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് എംപ്ലോയീസ്. സോ ദാറ്റ് മീൻസ് എന്താണ് 10 സബ്സെക്ഷൻ 10 എന്താണ് എക്സംഷൻ ഔട്ട്സൈഡ് ആണ് കിടക്കുന്നത്. എന്താണ് അറ്റ് ദ ടൈം ഡ്യൂറിങ് സർവീസ്. സോ ഞാൻ എന്താണ് എംപ്ലോയ്മെന്റിൽ ഉള്ളപ്പോൾ തന്നെ എനിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയാൽ ദാറ്റ് മീൻസ് നമ്മൾ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അതർ എംപ്ലോയി ആണെങ്കിലും എല്ലാം എന്താണ് ഫുള്ളി ടാക്സബിൾ. ദെൻ ഗ്രാറ്റുവിറ്റി at the time of retirement. Gratuity received at the time of retirement. Gratuity received at the time of retirement. Okay. Then ഈ gratuity at the time of retirement കിട്ടുന്നത് employees of central government or members of civil services or local authority employees. Okay, so that means employees of central government or, so very important, employees of central government അല്ലെങ്കിൽ member of civil services or local authority employees. So ഈ പറയുന്ന എംപ്ലോയീസിനാണ് at the time of retirement നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. മീൻസ് എന്താണ്
കിട്ടുന്ന ഗ്രാറ്റുവിറ്റി 1 രൂപ പോലും ടാക്സബിൾ ആകില്ല. ഫുള്ളി എക്സംപ്റ്റഡ്. fully exempted, fully exempted, fully exempted. Then other employees. So ഈ പറയുന്ന കാറ്റഗറി അല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ other employees, other employees, other employees. Okay, so that means എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയോ മെമ്പർ ഓഫ് സിവിൽ സർവീസോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി എംപ്ലോയിയോ അല്ലെങ്കിൽ, സോ ഈ പറയുന്ന എംപ്ലോയീസ് അല്ല അതർ എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 കാര്യങ്ങൾ. അതർ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നോക്കാം. Covered under Gratuity Act. Covered under Gratuity Act 1972 ആണ് നോക്കാം. So that means ഈ gratuity കിട്ടുന്നത് Gratuity Act 1972. Covered under Gratuity Act 1972. So covered under Gratuity Act 1972 ആണെങ്കിൽ ഉള്ള കേസ് covered under Gratuity Act 1972. Covered under Gratuity Act 1972. Then least of the following is exempted. Least of the following is exempted. So covered under Gratuity Act 1972 ആണെങ്കിൽ എന്താണ് താഴെ പറയുന്ന അല്ലെങ്കിൽ താഴെ കണ്ടുപിടിക്കുന്ന എമൗണ്ട്സിലെ ലീസ്റ്റ് ഏതാണോ അത്രയുമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത് 10 സബ്സെക്ഷൻ 10 പ്രകാരം എക്സംഷൻ കിട്ടുന്നത്. 10 സബ്സെക്ഷൻ 10 പ്രകാരം എക്സംഷൻ കിട്ടുന്നത്. ഫസ്റ്റ് വൺ 15 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയിട്ടുള്ള 20 lakhs. Then സെക്കൻഡ് വൺ എപ്പോഴും നമ്മൾ പറഞ്ഞാൽ ആക്ച്വൽ gratuity received. Then മൂന്നാമത്തെയാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടേഷൻ വരുന്നത് 15/26. 15/26. 15/26 into last drawn salary. 15/26 into last drawn salary into, so very very important, completed years of service. Completed years of service, part in excess of 6 months. Completed years of service, part in excess of 6 months. Completed years of service or part in excess of 6 months. Part in excess of 6 months. Part in excess of 6 months. So covered under Gratuity Act 1972 ആണെങ്കിൽ എന്താണ് ആദ്യത്തെ രണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആണ്. ഒന്നെന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ് 20 lakhs. Then actual gratuity received. Then മൂന്നാമത്തെ മാത്രമാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ വരുന്നത് 15/26 into last drawn salary into completed years of service, part in excess of 6 months. That means 20 years and 7 months ആണെങ്കിൽ നമ്മൾ എത്രയായിട്ട് എടുക്കും ഈ കമ്പ്യൂട്ടേഷൻ മാത്രം 20 years and 7 months എന്ന് പറയുന്നത് part in excess of 6 months എന്തായിട്ട് എടുക്കും റൗണ്ട് മന്ത് ഇയർ ആയിട്ട് എടുക്കും 21 years ആയിട്ട് എടുക്കും. Okay, then second scenario വരുന്നത് not covered under Gratuity Act. Not covered under, so Gratuity Actന്റെ പുറകിലൊന്നും വരുന്നില്ല, ബട്ട് എന്താണ് ഒരു ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ട്. Gratuity Act 1972ന്റെ പുറകിലൊന്നുമല്ല, ബട്ട് എന്താണ് ഒരു ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ട്. അവിടെയും എന്താണ് വരുന്നത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് exempted. So ഇവിടെയും എന്താണ് കമ്പ്യൂട്ടേഷൻ ഉണ്ട്, അതിൽ ലീസ്റ്റ് എക്സെപ്റ്റ്. So ഫസ്റ്റ് വൺ
നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്താണ്? അവിടെയും 20 lakh ആണ്. സെക്കൻഡ് വൺ എന്തായിരിക്കും? ഒബ്വിയസ്ലി ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. ദെൻ തേർഡ് വൺ എന്താണ്? 1/2. 1/2 into 1/2 into average salary of last 10 months. Average salary of last 10 months. So ലാസ്റ്റ് 10 മാസത്തെ സാലറിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് 10 months സാലറി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10. സെയിം സാലറി ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഡിവൈഡ് ബൈ 10 എളുപ്പമാണ്. എന്തെങ്കിലും ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ, സോ ഇൻക്രിമെന്റ് തന്നിട്ടായിരിക്കും നമുക്കൊരു പ്രോബ്ലം തരുന്നത്. സോ 1/2 into average salary of last 10 months into completed years of service. Completed years of service. Completed years of service. Okay. So നമുക്ക് എന്താണ് ഇവിടെ? ഫ്രാക്ഷൻ എടുക്കില്ല. ഫ്രാക്ഷൻ ഇഗ്നോർ. സോ 20 years 11 months വന്നാലും എന്തായിട്ടേ കൂട്ടുള്ളൂ? ഇവിടുത്തെ പോലെ 21 years ആയിട്ട് കൂട്ടില്ല. ഫ്രാക്ഷൻ എന്തിലാ എടുക്കില്ല? കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് മാത്രമേ എടുക്കൂ. കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് മാത്രമേ എടുക്കൂ. ക്ലിയർ ആണോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പോയിന്റോടാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കമ്പ്യൂട്ടേഷനിലേക്ക് വരുമ്പോൾ 15/26 into ലാസ്റ്റ് ഡ്രോൺ സാലറി. സോ എന്താണ് ഈ ലാസ്റ്റ് ഡ്രോൺ സാലറി? ഇവിടെ ആവറേജ് സാലറിയിൽ സാലറി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാർട്ട് എഴുതുക. ലാസ്റ്റ് ഡ്രോൺ സാലറി. ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇത് വരുന്നത്. ലേറ്റസ്റ്റ് ബേസിക് സാലറി, then add dearness allowance, no, just DA, add dearness allowance. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രോൺ സാലറി. then ഇവിടെ കണ്ടോ ആവറേജ്. സോ സ്റ്റാർട്ട് കൊടുക്കുക. ആവറേജ് സാലറി 10 മാസത്തെ എന്താ? ലാസ്റ്റ് 10 months average salary of last 10 months. So average salary കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലേറ്റസ്റ്റ് ബേസിക് ആവറേജ് സാലറി കണ്ടുപിടിക്കുമ്പോഴുള്ള സാലറിക്ക് വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ബേസിക് ആഡ് ചെയ്യണം. ദെൻ അതിന്റെ കൂടെ ജസ്റ്റ് DA അല്ല, DA in terms of employment അല്ലെങ്കിൽ DA forming part of retirement benefit. Okay. So ഇവിടെ സാലറി ആവറേജ് സാലറി കണ്ടുപിടിക്കാനായിട്ട് സാലറി 10 മാസത്തെ സാലറി കണ്ടുപിടിക്കുമ്പോൾ എന്തൊക്കെയാണ്? ഇവിടെ ആണെങ്കിൽ ലാസ്റ്റ് വൺ സാലറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബേസിക്, ഏറ്റവും റിട്ടയർമെന്റിന് മുമ്പുള്ള മാസത്തെ ബേസിക് പ്ലസ് DA, ജസ്റ്റ് DA ആഡ് ചെയ്താൽ മതി. ഇവിടെ എന്താണ്? എല്ലാ DA ഇല്ല. DA forming part of retirement benefit അല്ലെങ്കിൽ DA in terms of employment, then plus add commission as a percentage of turnover achieved. Okay. So no, ഏതെങ്കിലും കമ്മീഷൻ അല്ല, കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺഓവർ അച്ചീവ്ഡ്. Okay. സോ ഇതും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആവറേജ് സാലറി. ക്ലിയർ ആണോ? എല്ലാവരും സോ ഗ്രാറ്റുവിറ്റി ഇൻ ഷോർട്ട് നമുക്ക് എന്താ പറയാം? 10 subsection 10 ആണ് ഗ്രാറ്റുവിറ്റി പറയുന്നത്. ഡ്യൂറിങ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ 10 subsection 10 അട്രാക്ട് ചെയ്യത്തില്ല, ഫുള്ളി ടാക്സബിൾ. സോ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിലാണ് വരുന്നത്.
So 10 subsection under section 10 subsection 10 വരുന്നതാണ് gratuity at the time of retirement ആണ്. So ഈ gratuity at the time of retirement കിട്ടുന്നത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്കോ മെമ്പർ ഓഫ് സിവിൽ സർവീസ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി എംപ്ലോയീസിനോ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. സോ വേറെ ഏതെങ്കിലും എംപ്ലോയീസിനാണെങ്കിൽ എന്താണ് ഫുള്ളി എക്സംപ്ഷൻ ഇല്ല. രണ്ട് കാര്യങ്ങൾ നോക്കും. കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ അല്ലെങ്കിൽ നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ. കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ 3 കാര്യങ്ങൾ, അതിൽ 2 എന്താണ് നമുക്ക് ഡയറക്റ്റ് അറിയാം. സോ ഒന്ന് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയ 20 lakhs, then actual gratuity, then covered under gratuity act 1972 ആണെങ്കിൽ എന്ത് വരും 15/26 into last drawn salary into completed years of service, part in excess of 6 months. Then not covered under gratuity ആണെങ്കിൽ 20 lakh actual, then 1/2 into average of last 10 months salary into completed years of service, fraction ignored. Then first case last drawn salary means basic plus just DA, but in case of not covered under gratuity act 1972 ആണെങ്കിൽ basic DA in terms of employment, commission as a percentage of turnover achieved. ഇത്രയും ആഡ് ചെയ്തെടുക്കുന്നതായിരിക്കും ലാസ്റ്റ് 10 months ആവറേജ് സാലറി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സാലറിയിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ്. സോ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ രവി retired on 15/6/2022 after completion of 26 years and 8 months of service and receiving gratuity of 15 lakhs at the time of retirement. So gratuity കിട്ടുന്ന എപ്പോഴാണ്? during employment ആണോ after employment ആണോ? at the time of retirement അല്ലേ? So that means എന്താണ് 10 subsection 10 applicable ആണെന്ന് നമുക്ക് ഇത്രയും വെച്ച് മനസ്സിലായി. Then basic salary തന്നിരിക്കുന്നു. dearness allowance 10,000 per month of 60% of which for retirement benefit. commission എത്രയാണ് തന്നിരിക്കുന്നു? 1% of turnover in the last 12 months. So 1% of turnover ആണ്. turnover in the last 12 months എത്രയാണ്? 1,20 lakhs ആണ്. bonus 25,000 per annum. compute his taxable gratuity assuming he is a private sector employee covered under gratuity act 1972. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? computation of taxable gratuity. Okay. So first case അയാൾ എന്താണ്? ഫസ്റ്റ് കേസിൽ എന്താണ്? പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി covered under gratuity act 1972 അല്ലേ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. particulars amount in rupees. സോ അയാൾക്ക് എപ്പോഴാണ് ഗ്രാറ്റുവിറ്റി കിട്ടിയത്? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഡ്യൂറിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എന്താണ്? ആർക്കാണെങ്കിലും ഫുള്ളി ടാക്സബിൾ. സോ ഗ്രാറ്റുവിറ്റി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, ഗ്രാറ്റുവിറ്റി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ആക്ച്വലി 15 lakhs അല്ലെ? സോ ഇതിൽ നിന്ന് എന്താണ് 10 subsection 10 പ്രകാരം ഉള്ള എക്സംഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. സോ നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഈ 10 subsection 10 എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? എക്സംപ്റ്റഡ് എമൗണ്ട് ആണ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഇൻകം ആണ് 10 subsection 10 പ്രകാരം കണ്ടുപിടിക്കുന്നത്. സോ ആക്ച്വലി എനിക്ക് എത്ര കിട്ടി അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് എത്ര കിട്ടി? 15 lakh കിട്ടി. അതില് എത്രയാണ് എക്സംഷൻ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ദെൻ ലെസ് exemption under section 10 subsection 10. exemption under section 10 subsection 10. exemption under section 10 subsection 10. ഇവിടെ ശ്രദ്ധിക്കുക, least of the following. Okay, എന്തൊക്കെയായിരുന്നു എമൗണ്ട്? ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്? covered under gratuity act ആണെങ്കിൽ ഫസ്റ്റ് എത്രയാണ്? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakhs അല്ലെ? 20 lakhs. then actual എത്രയാണ്?
15 lakhs. അല്ലെ? ഇനിയാണ് എന്താ ഒരെണ്ണം കമ്പ്യൂട്ട് ചെയ്തെടുക്കണം. സോ അതെന്താണ് വരേണ്ടത്? 15/26 into last drawn salary into completed years of service part in excess of 6 months. Okay, നമുക്ക് നോക്കാം. 15/26. Then last drawn salary എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ഡ്രോൺ സാലറി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബേസിക് അല്ലെ? സോ എന്താണ് ബേസിക്? എത്രയാണ്? ബേസിക് പ്ലസ് ഡി എ അല്ലെ? ബേസിക് പ്ലസ് ജസ്റ്റ് ഡി എ അല്ലെ? ലാസ്റ്റ് ഡ്രോൺ സാലറി. സോ വർക്കിംഗ് നോട്ട് ആയിട്ട് കൊടുക്കാം. ലാസ്റ്റ് ഡ്രോൺ സാലറി മീൻസ് എന്താണ്? ബേസിക് പ്ലസ് ജസ്റ്റ് ഡി എ. ഇവിടെ ബേസിക് എത്രയാണ്? ക്വസ്റ്റ്യനിലെ ബേസിക് എത്രയാണ്? 50,000 പെർ മന്ത് അല്ലെ? ഏറ്റവും ലാസ്റ്റ് മാസത്തെ സാലറി ബേസിക് എത്രയാണ്? 50,000. ഡി എ എത്രയാണ്? 10,000. സോ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്ത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ എന്തേ പറയുന്നുള്ളൂ? ബേസിക് പ്ലസ് ജസ്റ്റ് ഡി എ. എല്ലാ ഡി എ. ദാറ്റ് മീൻസ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണെങ്കിലും അല്ലെങ്കിലും എന്താണ്? ഫുൾ ഡി എ കൂട്ടും. സോ 50,000 പ്ലസ് 10,000 എത്ര കിട്ടും? ലാസ്റ്റ് ഡ്രോൺ സാലറി 60,000 അല്ലെ? Then completed years of service part in excess of 6 months. 26 years and 8 months. എത്രയായിട്ട് എടുക്കും നമ്മൾ ഈ കമ്പ്യൂട്ടേഷന്? നമ്മൾ എത്ര എടുക്കും? 27 അല്ലെ? സോ പാർട്ട് ഇൻ എക്സസ് ഓഫ് 6 months 27. സോ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട് ഈ ഫിഗർ? 15/26 into 60,000 into 27. 60,000 into 27 divided by 26 into 5. കിട്ടുന്നുണ്ട്. Right answer. 9,34,615 അല്ലെ? സോ റൗണ്ട് ഓഫ് പോയിന്റ് നമ്മൾ ഒഴിവാക്കി. 9,34,615. സോ ഇതിൽ 3 നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ ലീസ്റ്റ് ഏതാണ്? 20 ലക്ഷമാണോ 15 ലക്ഷമാണോ 9,34,615 ലീസ്റ്റ്? സോ ലീസ്റ്റ് ഈസ് തേർഡ് വൺ അല്ലെ? സോ ലീസ്റ്റ് വരുന്നത് എന്താണ്? തേർഡ് വൺ ആണ്. അല്ലെങ്കിൽ ഈ കണ്ടുപിടിച്ച എമൗണ്ട് ആണ് ലീസ്റ്റ് എമൗണ്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ കോളത്തിലേക്ക് ഡിഡക്ഷൻ വരുന്ന എമൗണ്ട് എത്രയാണ്? 9,34,615. സോ എത്ര വരും? ഇത് കുറയ്ക്കുമ്പോൾ 15 ലാഖിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 5,65,385 ആയിരിക്കും. എന്ത്? ടാക്സബിൾ കാറ്റ് അല്ലെ? എനിക്ക് 15 ലക്ഷം കിട്ടി. 10 സബ്സെക്ഷൻ 10 പ്രകാരം ഞാൻ എന്താണ് കമ്പ്യൂട്ടേഷൻ വെച്ച് എനിക്ക് എത്ര വരെ എക്സംപ്റ്റ് ചെയ്യാം? ഞാനൊരു അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയി ബട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആൻഡ് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് നമ്മുടെ എന്താണ് എക്സംഷൻ വരുന്ന 3 ഫിഗർ ഉണ്ട്. അതിൽ ലീസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ആ ലീസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എന്താണ്? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ക്ലിയർ ആണോ? സെക്കൻഡ് കേസ് എന്താണ്? ഹീസ് എ പ്രൈവറ്റ് എംപ്ലോയി നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972. പ്രൈവറ്റ് എംപ്ലോയി നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ നമുക്ക് എന്താണ്? ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈവറ്റ് എംപ്ലോയി നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് 1972. സോ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പെർവ്യൂവിൽ വരാത്താണെങ്കിൽ particulars, then amount in rupees. So actual gratuity എത്രയാണ്? 15 lakhs അല്ലെ? So then less
exemption under section 10 subsection 10 അതിനകത്ത് എന്താണ് least of the following ആയിരിക്കും എന്ത് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. സോ ഏതൊക്കെയാണ് ആ ഫിഗേഴ്സ് വരുന്നത്? ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണത്? 20 lakhs. Then actual എത്രയാണ്? 15 lakhs. Then third one ആണ് നമ്മുടെ computation. എന്ത് വരും? 1/2 into average salary of 10 months. So retirement ആകുന്ന തൊട്ട് മുമ്പുള്ള 10 months in average salary into completed years of service. ഇവിടെ എന്ത് എടുക്കൂല? ഫ്രാക്ഷൻ അല്ലെ? സോ 11 മാസം വന്നാൽ പോലും എടുക്കില്ല. സോ 11 മാസം വന്നാൽ പോലും എടുക്കില്ല. Then so computation 1/2 into നമുക്ക് ഇനി എന്ത് മാത്രമാണ്? ഒരെണ്ണം മാത്രമാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. എന്താണ്? ഈ 10 months ആവറേജ് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇവിടെ എത്ര ആയിരിക്കും എന്ന് പറയാമോ? 26 ആയിരിക്കുമോ 27 ആയിരിക്കും? 26 അല്ലെ? സോ ഇവിടെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും മെയിൻ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് വർക്ക് നോട്ടായിട്ട് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് എന്താണ്? ആവറേജ് സാലറി ആണ്. വർക്ക് നോട്ടായിട്ട് കൊടുക്കാം സാലറി. സോ ആവറേജ് സാലറി കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? സാലറി വേണം. സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ബേസിക്. നമ്മൾ ഒരു മാസത്തെ സാലറി എടുക്കണം. ബേസിക് എത്രയാണ് ഒരു മാസത്തെ ബേസിക് സാലറി? എത്രയാണ്? 50,000 അല്ലേ? സോ 10 മാസത്തെ സാലറി എത്ര വരും? ഇൻറ്റു 10. 50,000 ഇൻറ്റു 10 അല്ലെ? സോ ഒരു മാസത്തെ സാലറി ആണ് നമുക്ക് ആവറേജ് 10 months സാലറി മീൻസ് എന്നാൽ 10 മാസത്തെ സാലറി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 10 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ? 50,000 ഇൻറ്റു 10 എത്ര കിട്ടും? 5 ലക്ഷം. ദെൻ എന്താണ്? ജസ്റ്റ് ഡി എ ആണോ? ഡി എ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. നമുക്ക് 10,000 ഡി എ ഉണ്ട്. അതിൽ എത്രയാണ് ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്? 60%. സോ 10,000ന്റെ 60% എത്ര വരും? ഒരു മാസത്തെ ഈ കമ്പ്യൂട്ടേഷൻ ആണ് കേട്ടോ. ഈ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് 10,000ന്റെ 60% 6,000 അല്ലെ? സോ 6,000 വെച്ച് എത്രയാണ്? 10 മാസം. 10 മാസത്തെ ആവറേജ് സാലറി അല്ലേ? സോ എത്ര വരും? 6,000 ഇൻറ്റു 10 60,000. ദെൻ പിന്നെ അടുത്ത എന്താണ് വരുന്നത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡി എ ബേസിക് പ്ലസ് ഡി എ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 1% ഓഫ് ടേൺ ഓവർ ആണ്. ലാസ്റ്റ് 12 മാസത്തെ ടേൺ ഓവർ 1 crore 20 lakhs ആണ്. സോ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് എത്രയാണ്? ലാസ്റ്റ് 10 monthsന്റെ ആണ് വേണ്ടത്. ഓക്കെ. സോ നമുക്ക് 12 മാസത്തെ ഉണ്ട്. എത്രയാണ്? 1 കോടി. ദെൻ കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. നമുക്ക് എത്രയാണ്? 1,20 ലക്ഷം. 1,20 ലക്ഷം. 1 crore 20 lakhs. എത്ര മാസത്തേക്കുള്ളതാണ്? 12 മാസത്തേക്ക് അല്ലെ? സോ അതിന്റെ 1% എന്ത് വരുന്നത്? നമ്മുടെ കമ്മീഷനായിട്ട് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം. 1 crore 20 lakhs. ഇത് എത്രയാണ്? 12 മാസത്തെയാണ്. സോ ഇതിനെ ഡിവൈഡ് ബൈ 12 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മാസത്തെ ടേൺ ഓവർ കിട്ടത്തില്ലേ? ക്ലിയർ അല്ലേ? 12 മാസത്തെ. സോ നമ്മൾ ഒരേപോലെ ആണെന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നത്. 12 മാസത്തെ ടേൺ ഓവർ 1,20 ലക്ഷം ആണെങ്കിൽ ഒരു മാസത്തെ ടേൺ ഓവർ എങ്ങനെ കണ്ടുപിടിക്കാം? ഡിവൈഡ് ബൈ 12 അല്ലേ? ദെൻ 10 മാസത്തെ ആണെങ്കിലോ? ഇൻറ്റു 10. ദെൻ ഇതിന്റെ കമ്മീഷൻ എത്ര പെർസെന്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1% കമ്മീഷൻ ആസ് എ പെർസെന്റേജ്. സോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ്? 10 മാസത്തെ ടേൺ ഓവർ ഉണ്ട്. അതിന്റെ 1% എന്ത്? നമ്മുടെ സാലറിയിലേക്ക് വരുന്ന ഫിഗർ. സോ എത്ര കിട്ടും അത്? 1 crore
20 lakh divided by 12 into 10 into 1%. Right? 1 lakhs. 1 lakh. So now we petra iti 10 മാസത്തെ ടോട്ടൽ സാലറി കിട്ടി. 5,60,000 പ്ലസ് 1 6,60,000. 6,60,000 ആണെന്ത് 10 മാസത്തെ ടോട്ടൽ സാലറി. നമുക്ക് വേണ്ട എന്താണ്? ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months അല്ലെ. സോ ടോട്ടൽ സാലറി ഫോർ 10 months അല്ലേ ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്നത് നമ്മള്. ദെൻ നമുക്ക് എന്ത് വേണം? ആവറേജ് സാലറി ഫോർ 10 months എന്ത് വരും? 6,60,000 divided by 10. Right? 66,000 അല്ലെ. 66,000. സോ നമുക്ക് എത്രയാണ്? 66,000. നേരെ ഇവിടെ കൊടുക്കുക 66,000. Right? ചെയ്യുമ്പോൾ 1/2 into 66,000 into 26. Right? 8,58,000 അല്ലെ. 8,58,000. സോ ലീസ്റ്റ് എത്രയാണ് വരുന്നത്? 20 ലക്ഷം, 15 ലക്ഷം, 8,58,000. സോ ലീസ്റ്റ് എന്ത് വരും? 8,58,000. സോ 15 ലക്ഷത്തിൽ നിന്ന് 8,58,000 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്രയായിരിക്കും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി 6,42,000. കിട്ടിയല്ലോ? 6,42,000. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എയും ബി നമ്മൾ എഴുതു. If he is a government employee. Government employee ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എൻറ്റയർ അല്ലെ 15 lakhും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എൻറ്റയർ 15 lakh will be allowed as deduction. Therefore taxable gratuity എത്ര വരും? Taxable gratuity നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ സി ആക്ച്വൽ. സോ സി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ particulars amount in rupees. So actual gratuity എത്രയാണ്? Actual gratuity 15 lakhs less. So government employee exemption under section 10 subsection 10 എന്താണ്? Fully exempt. That means entire 15 lakh. So the central government employee അല്ലെങ്കിൽ മെമ്പർ ഓഫ് സിവിൽ സർവീസസ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി എംപ്ലോയീസോ ആണെങ്കിൽ, സോ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ്. ദാറ്റ് മീൻസ് എന്ത് വരും? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എന്ത് വരും? നിൽ. ക്ലിയർ ആണോ? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി വിൽ ബി നിൽ. ഓക്കെ ആണോ? അത്രയും. സോ ദാറ്റ് മീൻസ് നമ്മളുടെ സെക്ഷൻ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു പോകണം. അവസാനത്തേക്ക് സെക്ഷൻ വെക്കരുത്. നമുക്ക് ഇൻഫാക്ട് ഇത്രയും സെക്ഷനേ ഉള്ളൂ. സെക്ഷൻ 15 നമ്മൾ മേജർ 3 സെക്ഷൻ നമ്മൾ കണ്ട ആകപ്പാടെ 10 സബ്സെക്ഷൻ ആണ് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്തൊഴികെ സെക്ഷൻ 15 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്ഷൻ 16 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താണ് 17 സബ്സെക്ഷൻ 1 ദെൻ 10 സബ്സെക്ഷൻ 10 കൂടെ ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ എപ്പോൾ ആൻസർ എഴുതിയാലും എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 എന്ന് എഴുതി തന്നെ ചെയ്യണം. ഏത് സജസ്റ്റഡ് ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എടുത്താലും നമുക്ക് എന്തായിരിക്കും? വിത്ത് സെക്ഷൻ ആണ് എഴുതുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് എക്സംഷൻ എഴുതിയിട്ട് ഈ പറയുന്ന ഫിഗർ മാത്രം എഴുതരുത്. സോ ഇതുവരെയുള്ള സെക്ഷൻസും പ്രോബ്ലംസും ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമുക്ക് റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. സോ നാളെ നമുക്ക് മോർണിംഗ് സെഷനാണ് ക്ലാസ് വരുന്നത്. മോർണിംഗ് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ 6:30 ആണ്. സോ ഞാൻ അതിന്റെ ലിങ്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. സോ നാളെ റിമൈനിങ് ക്വസ്റ്റൻ ഒന്ന് ജസ്റ്റ് നോക്കി വരിക. ദെൻ റിമൈനിങ് സെക്ഷൻസ് നമ്മുടെ പെൻഷൻ അങ്ങനെയുള്ള ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഇതുവരെ ഉള്ള ഒന്ന് നോക്കി വരിക. ദെൻ സെക്ഷൻ ഉൾപ്പെടെ ആദ്യമേ പഠിച്ചു മാറ്റുക. റിമൈനിങ് ക്വസ്റ്റൻ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.